നമ്മൾ വായിച്ച മത്തായി സുവിശേഷം 18-ാമത്തെ വാക്യം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. ഇത് പറഞ്ഞത് യേശു ക്രിസ്തുവാണ് പറഞ്ഞത്, വേറെ ആരുമല്ല പറഞ്ഞത്. നമ്മുടെ വാക്തത്വ വചനത്തിൻ്റെ 19-ാമത്തെ വാക്യത്തോട്ട് വരുമ്പോൾ അവിടെയും എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെടും. അപ്പോൾ ഇത് യേശുവിൻ്റെ വാക്കാണ്, ഇതൊരു അപ്പോസ്തലൻ്റെ വാക്കല്ല, കർത്താവായ യേശുവിൻ്റെ വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്കറിയത്തില്ല നമ്മൾ എവിടെയാണ് കെട്ടുന്നത്, എവിടെയാണ് അഴിക്കുന്നത്. ഹല്ലേലൂയ. കെട്ടുന്നതുണ്ട്, അഴിക്കുന്നതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന ചില വാക്കുകളാണ് കെട്ടപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കിന്ന് പോകുമ്പോൾ, ഇന്ന് നമ്മളിന്ന് വചനം ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു ആത്മീയനുമേൽ തിരിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. എന്നുവെച്ചാൽ അനുഗ്രഹത്തിൽ, എന്നുവെച്ചാൽ നിങ്ങൾ ഓരോന്നും കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടും. ചിലരൊക്കെ ആവശ്യമില്ലാതെയൊക്കെ വായു വരുന്നൊക്കെ വിളിച്ച് പറയും. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള വേദനകൾ വരുമ്പോൾ ചിലതെല്ലാം വിളിച്ച് പറയും, നിന്നെ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ. ഇതെല്ലാം കെട്ടുകയാണ്. മനസ്സിലായോ? നിന്നെ കയറ്റും, അവിടെ കയറ്റും, ഇവിടെ കയറ്റും, ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം കെട്ടുകയാണ്. വെല്ലുവിളിക്കുന്നത് ദൈവ പൈതലെ നിന്നെ നോക്കി അടുത്തിരിക്കുന്ന വ്യക്തി വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ അത് കെട്ടുകയാണ്. കെട്ടുന്നത്, നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും. ഇന്ന് പലതും നോക്കിയെന്ന് കെട്ടപ്പെടുമ്പോൾ ഇന്ന് വചനം പറയും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ. എന്നുവെച്ചാൽ ഒരു വ്യക്തിയോട് ക്ഷമിച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കും. ഹല്ലേലൂയ. നിങ്ങളെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വചനം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിങ്ങൾ ശപിക്കേണ്ട, നിങ്ങളെ ശപിക്കുന്നവൻ ആര് ദൈവം പണി കൊടുക്കും? ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലോട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ശാപത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ ഭാഷയിലല്ല, നിൻ്റെ രോമത്തിൽ പോലും തൊടത്തില്ല. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടു. ഒന്ന് ഏറ്റെടുക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ അടുത്ത് പോലും വരത്തില്ല. ഹല്ലേലൂയ. നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ, നിന്റെ മക്കളെ നോക്കി പറഞ്ഞാൽ, നിന്റെ ഭാര്യയെ നോക്കി പറഞ്ഞാൽ അത് ഒന്നും സംഭവിക്കത്തില്ല. അത് പറയുന്നവന്റെ തലയ്ക്കുന്ന് വീഴും, പറയുന്നവന്റെ കുടുംബത്തിനകത്ത് വീഴും. നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അത് നിങ്ങളെയല്ല കെട്ടുന്നത്, അവൻ തന്നെത്താനെ കെട്ടപ്പെടുകയാണ്. ഇന്ന് കെട്ടപ്പെടുന്നവനായി മാറുമ്പോൾ പലരും അറിയത്തില്ല, പറയുന്നില്ല. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ, കരയുന്നവന്റെ മുമ്പിൽ, നിലവിളിക്കുന്നതിന് മുമ്പിൽ, ഉപവസിക്കുന്നതിന് മുമ്പിൽ ശത്രു നിനക്കെതിരെ അട്ടഹസിക്കുമ്പോ നീ ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട. ദൈവ പൈതലെ, നിന്നെ നോക്കി ദൈവം പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് വചനങ്ങളൊക്കെ പഠിക്കണമെന്നേ, വചനങ്ങൾ കേട്ട് പഠിക്കണം. ഇന്ന് ഒരു ദൈവദാസനെതിരായിട്ട് ഒരു വ്യക്തി കരം ഉയർത്തി കഴിഞ്ഞാൽ അത് ദൈവദാസനല്ല കരം ഉയർത്തുന്നത്, കർത്താവ് യേശുവിനെതിരായിട്ടാണ് കരം ഉയർത്തുന്നത്. നിനക്കെതിരായിട്ട് കൈ ചൂണ്ടിക്കഴിഞ്ഞാൽ അത് ചൂണ്ടുന്നത് യേശുവിൻ്റെ മുഖത്ത് നോക്കിയാണ് ചൂണ്ടുന്നത്. പ്രാർത്ഥിക്കുമെന്ന് പറയും, നീ ചൂണ്ടിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. നാളെ കിട്ടാൻ പോകുന്ന പണി എന്ന് പറയുന്നത് നിനക്ക് കിട്ടാൻ പോകുന്നത് 8ന്റെ അല്ല 18ന്റെ പണിയായിരിക്കും കിട്ടുന്നത്. ഇത് കണ്ടുകൊണ്ട് അടുത്തുള്ളവർ പറയും, അവള് കണ്ടോ, പറയണോ, കണ്ടോ, അവർക്കൊന്നും കുഴപ്പമില്ല. ഇപ്പോഴല്ല കുഴപ്പം, കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴാണ് കുഴപ്പങ്ങൾ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞ് തീരുമ്പോഴല്ല പ്രശ്നം തുടങ്ങുന്നത്, കുറച്ച് ദിവസം കഴിയണം. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പറഞ്ഞ വാക്കിന് ദൈവ സ്വർഗത്തിലെ ദൈവം എഴുതിയിടോ. ആർക്കെതിരായിട്ട് കൈ ചൂണ്ടിയോ, ആർക്കെതിരായിട്ട് നീ പ്രവർത്തിച്ചോ, ആർക്കെതിരായിട്ട് നീ പ്രവർത്തിച്ചിട്ടുണ്ടോ, അവർക്കെതിരായിട്ട് ദൈവം അവർക്കൊന്നും സംഭവിക്കത്തില്ല. അത് നിന്റെ തലയിൽ തന്നെ
വീഴും. അപ്പൊ ആമേ പലപ്പോഴും പഴഞ്ചൊല്ലുണ്ട്, മലന്ന് കിടന്ന് തുപ്പരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ, മലന്ന് കിടന്ന് തുപ്പരുത്. തുപ്പിക്കഴിഞ്ഞാൽ ഈ തുപ്പുന്നവരുടെ ദേഹത്ത് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് നിന്നെ മുഖത്ത് നോക്കി, അല്ലയോ നിന്റെ മക്കളെ പറയുമ്പോൾ അയ്യോ എൻ്റെ മോളെയാണ് പറഞ്ഞത്, എൻ്റെ മോനെയാണ് പറഞ്ഞത്, ഒരു കുഴപ്പവുമില്ല. എൻ്റെ മോളെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല, എൻ്റെ മോനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പം. കാരണം എനിക്കറിയാം ഇത് ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവകരങ്ങളിലാണെന്നും. ഇത് പറഞ്ഞ് എൻ്റെ കുടുംബത്തിലല്ല വീഴുന്നത്, പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിനാണ് വീഴുന്നത്. അതാണ് പറയുന്നത്, നീ ഭൂമിയിൽ കെട്ടപ്പെട്ട് കഴിഞ്ഞാൽ ആമേ സ്വർഗ്ഗത്തിലും അത് കെട്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഴിക്കപ്പെടുന്നത് ഇന്ന് അഴിയപ്പെടണം. ഇന്ന് പലവരും അറിയാതെ കെട്ടുന്നത്, ഹല്ലേലൂയ, ഭൂമിയിൽ കെട്ടപ്പെട്ടിരിക്കുന്നതിന് ഇന്നത് ശാപത്തിന്റെ കെട്ടായി മാറുമ്പോൾ ഇന്ന് നിനക്കെതിരായിട്ട് പലരും കെട്ടുകയാണ്. പലരും ശുദ്രം ചെയ്ത് അഭിചാരങ്ങൾ ചെയ്ത് കെട്ടുമ്പോൾ ഇന്ന് പലതും ആമേ ഹല്ലേലൂയ അത് കെട്ടുന്ന അവർക്കെതിരായിട്ടാണ് കെട്ടുന്നത്. നീ അറിയാതെ അവനവർ കുഴിക്കുന്ന കുഴിയിൽ അവർ മാത്രമേ വീഴത്തുള്ളൂ, മറ്റാരും വീഴത്തില്ല. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ ആമേഹൽ മറ്റൊരാളെ നാശം നോക്കിക്കഴിഞ്ഞാൽ ആ നാശം നമുക്ക് മാത്രമേ ഭവിക്കൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ദൈവ പൈതലേ, നിനക്കെതിരായിട്ട് ആര് എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ ആയുധം തൊടുത്തു വിട്ടാലും, എന്തൊക്കെ ശപിച്ചാലും, നിന്റെ മുഖത്ത് നോക്കിയാലും നീ ഒന്നും പറയേണ്ട, സ്തോത്രം പറഞ്ഞ് കടന്നു പോയാൽ മതി. ഒരു അനുഭവമുള്ളവനാ ഞാൻ. എൻ്റെ മുഖത്ത് നോക്കി കൈ ചൂണ്ടിയവൻ ഇന്നിവിടെ ഇല്ല. ഹല്ലേലൂയ. നീ വലിയ കാലം നീണ്ടു പോകത്തില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി ദേശത്തിന് മുമ്പേ കൈ ചൂണ്ടി എൻ്റെ കുടുംബത്തിനെതിരായിട്ട് തെറി വിളിച്ചപ്പോൾ ഞാൻ മിണ്ടാതെ കടന്നു പോയപ്പോ എന്റെ ദൈവം പറഞ്ഞു, നീ അടങ്ങിയിരിക്കുമെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ മക്കളെ മേൽ, ദൈവ പൈതലിനെതിരായിട്ട്, ദൈവത്തിന്റെ മക്കൾ അഭിഷേകത്തിനെതിരായിട്ട് ഒന്ന് വിരൽ ചൂണ്ടിയാൽ മതി, ഒന്ന് പിറുപിറുത്താൽ മതി, പണി കിട്ടും. അതുകൊണ്ട് ദൈവദാസന്റെ കുടുംബത്തിനെതിരായിട്ടോ ദൈവ മക്കളെ പിറുപിറുക്കരുത്. ഹല്ലേലൂയ. പിറുപിറുത്താൽ നമ്മളെ അനുഗ്രഹങ്ങളെല്ലാം ബ്ലോക്കായി പോകും. ഹല്ലേലൂയ. മനസ്സിലാവണം. ഇന്ന് ദേവദാസ അടുത്തില്ലെങ്കിലും, ദേവദാസന്റെ മക്കൾ അടുത്തില്ലെങ്കിലും ആമേ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയാണ്, നിങ്ങൾക്ക് വേണ്ടി കരയുന്ന കുടുംബമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ഒരു മനസ്സിന് പോലും നിങ്ങൾ പോറലേക്കുന്ന രീതിയിൽ ഇന്ന് സംസാരിക്കരുത്, ചിന്തിക്കരുത്. കാര്യം ആമേ അവൻ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് കരയുകയും നിലവിളിക്കുകയും പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോടിരിക്കുന്നവൻ. ആമേ ദൈവത്തോടിരിക്കുന്നവൻ ദൈവമായി കണക്ഷനുള്ള ബന്ധമുള്ള ഒരു ദൈവ പൈതലിനെതിരായിട്ട് ഒരു ചലനമുണ്ടായി കഴിഞ്ഞാൽ ആമേ ആ വ്യക്തിക്ക് ചലനമല്ല സംഭവിക്കുന്നത്, അത് ചെന്ന് നിന്റെ തലയിലാണ് ചെന്ന് വീഴുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അത് അഴിയണം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാതെ നിങ്ങൾ അഴിയപ്പെടണം. നിങ്ങൾക്ക് എതിരായിട്ട് മറ്റുള്ളവർ നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കാൻ നോക്ക്, ഒന്ന് ക്ഷമിച്ചു കൊടുക്ക്. ദൈവം നിങ്ങളോട് ക്ഷമിക്കുവാനുണ്ട് വരും. ഹല്ലേലൂയ. നിങ്ങൾ ആമേ ഹല്ലേലൂയ കെട്ടപ്പെടുന്ന കൂട്ടത്തിലല്ല ഞാൻ പറയുന്നത്, അഴിക്കപ്പെടുന്ന കൂട്ടത്തിലായിരിക്കും ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ മറ്റുള്ളവർ കാണിക്കുന്ന പ്രതിഫലത്തിൽ നമ്മൾ ക്ഷമിക്കണം, നമ്മൾ അഴിക്കണം. ഹല്ലേലൂയ. നമ്മൾ ക്ഷമയുണ്ടായിരിക്കണം. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം ക്ഷമിക്കും. ഹല്ലേലൂയ. ഇന്ന് സകലത്തിന്റെ മേൽ ക്ഷമിക്കുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവം നമുക്കുള്ളതിനാൽ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിൽ പറ, നമ്മൾ ക്ഷമിക്കുക. ഇന്ന് സകലത്തിന്റെ മേൽ ഇന്ന് ഹൃദയങ്ങളൊക്കെ എന്തുണ്ടായിരിക്കണം? ശുദ്ധമുണ്ടായിരിക്കണം. ദൈവത്തിന് വേണ്ടി ഹൃദയങ്ങളെ ശുദ്ധമായാൽ മാത്രമേ ഒരു ദൈവ പ്രവൃത്തി വ്യാപരിക്കത്തുള്ളൂ. അടുത്ത വാക്യം പറയുന്നു, 19ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന യാതൊരു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആമേ യാചിക്കുന്ന രണ്ട് ഐക്യമത്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേ രണ്ട് സ്വഭാവമായ പറ്റത്തില്ല. എവിടെ ഇരുന്നാലും ഒരു മനസ്സോടെ ഇരിക്കണം. ഒരു സ്ഥാപനത്തിൽ ഇരുന്നാൽ രണ്ടുപേരും ഒരു മനസ്സോടെ ആയിരിക്കണം. കുടുംബത്തിൽ ഒരു മനസ്സോടെ ആയിരിക്കണം. എല്ലാവരും ഒരു മനസ്സോടെ ആയിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും രണ്ട് മനസ്സോടെ ആമേ തല പിടിക്കുമ്പോൾ വാല് പോകും, വാല് പിടിക്കുമ്പോൾ തല പോകും. അങ്ങനെ മുന്നോട്ട് പോകരുത്. ഒരു മനസ്സോടെ ഇരിക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തി
പറയണം, അത് ദൈവ പൈതൽ. നിന്റെ അത്ര വിദ്യാഭ്യാസം ഇല്ലെങ്കിലും, നിന്റെ അത്ര ബുദ്ധി ഇല്ലെങ്കിലും, കഴിവില്ലെങ്കിലും, നിന്നെയാണ് ആൾക്കാർ പൊക്കി വയ്ക്കണമെങ്കിൽ പറ, ഇല്ല, നിന്നെക്കാട്ടി ക്വാളിറ്റി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കുണ്ട്. ഹല്ലേലൂയ. നിന്റെ വിദ്യാഭ്യാസത്തിനെക്കാട്ടിലും, നിന്റെ കഴിവിനെക്കാട്ടിലും, നിന്റെ യോഗ്യതയെക്കാട്ടിലും, നിന്റെ ചന്തത്തിനെക്കാട്ടിലും, സൗന്ദര്യത്തിനെക്കാട്ടിലും, നിന്റെ ജാതിയെക്കാട്ടിലും ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നതിൻ്റെ ക്വാളിറ്റി വലിയ ക്വാളിറ്റിയാണ്. അതിന് മാർക്കിടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതിന് വലിയ മാർക്കാ സ്വർഗ്ഗം ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യൻ വേർതിരിക്കുന്നുണ്ട്. ജാതി മതം വെച്ച് ഹല്ലേലൂയ വേർതിരിക്കുക. കറുത്തവൾ വെളുത്തവൾ ഇങ്ങനെയൊക്കെ വേർതിരിക്കുമ്പോൾ അവൾ പൊക്കം കുറഞ്ഞവൾ, അവൾക്ക് സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, അവൾ പൊട്ടിയാണ്. പക്ഷെ അവൾ നിന്നെക്കാട്ടിലും പ്രാർത്ഥിക്കുന്നവളാ, നിന്നെക്കാട്ടി കൃപയുള്ളവളാ. അവളാ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നാം സ്ഥാനത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയിൽ നിങ്ങൾ രണ്ട് യാചിക്കുന്ന യാതൊരു കാര്യത്തിൽ ഐക്യമത്യപ്പെടാം, ഒരു മനസ്സോടെ നിൽക്കണം. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരു മനസ്സോടെ നിൽക്കേ. ആമേ, ഹല്ലേലൂയ. യാതൊരു കാര്യത്തിൽ ഒരു മനസ്സോടെ നിൽക്കേ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇരു മനസ്സോടെ നിങ്ങൾ ആയിരിക്കരുത്. ഹല്ലേലൂയ. ഇരു മനസ്സിനെ മാറ്റണം, ചിന്താമണ്ഡലങ്ങളെ മാറ്റണം. ഇന്ന് ചില അഴിയപ്പെടുന്ന ഒരു വിടുതലായി മാറാൻ പോവുകയാണ്. ഈ വർഷത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല മറുപടി കിട്ടേണ്ടത്, ദൈവമേ, നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മറുപടി വരേണ്ടത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവസാനം പ്രാർത്ഥനയ്ക്ക് വെള്ളം കോരി വീഴ്ത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെയും കുടം കൊണ്ട് വെള്ളം കോരിയിട്ട് കുടം ഉടയ്ക്കരുത്. അത് സൂക്ഷിക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും വെള്ളം കോരിയിട്ട് അവസാനം കുടം കൊണ്ട് തട്ടി ഉടച്ചിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോരിയോ കൊന്ന് വെറുതെ വേസ്റ്റായി പോയി. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ദൈവസന്നിധിയിൽ ദൈവ പൈതല് ദൈവത്തിന്റെ സന്നിധിയിൽ പറയണം, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് മറുപടി കിട്ടും. അതുകൊണ്ട് നീ യാചിക്കുന്ന യാതൊരു കാര്യത്തിലും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പലതും അഴിയപ്പെടുകയാണ്. നിനക്കെതിരായിട്ട് അഭിചാരത്തിന്റെ കെട്ടുകളെ ഇന്ന് സഭയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പത്രോസായിക്ക് പ്രാർത്ഥിച്ചപ്പോൾ ചില കെട്ട് പൊട്ടിയതുപോലെ ഓ റീബ ശംദല ബൗഡബ രാജവദീന, നിന്റെ ഉയർച്ചയ്ക്കെതിരായിട്ട് ഇന്ന് ആത്മ പറയുന്നു, നിന്റെ ഉയർച്ചയ്ക്കെതിരായിട്ട് ശത്രു എത്ര കെട്ടിയാലോ ഓ റീബ രാക മാന ദീന രഗന വസ്തല ബൗഡബ രാജവദീന രഗനെ വൈഡത്താനവ ഉയരത്തില്ല എന്ന് വാദിക്കുന്ന മണ്ഡലങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് പൊട്ടിക്കുകയാണ്. നിന്റെ ഉയർച്ചയ്ക്കെതിരായിട്ട് കെട്ടുന്ന കെട്ടുകൾ ഇന്ന് പൊട്ടിക്കുക. ഇന്ന് കരമടിച്ച് പറ, എൻ്റെ അനുഗ്രഹത്തിന് എതിരായിട്ട് നിനക്കൊരു പരിധിക്ക് അപ്പുറമായിട്ട് വളരാൻ പറ്റുന്നില്ല, ഒരു പരിധിക്ക് അപ്പുറമായിട്ട് പോകാൻ പറ്റുന്നില്ല, അതിനപ്പുറമായി പടരാൻ പറ്റുന്നില്ല, ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു പരിധി വരെ വളർന്ന് ആമേ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആമേ ഒരു പരിധി മാത്രം, ഒരു പരിധിക്കകത്ത് അതിരിനകത്ത് മാത്രം നിന്നാൽ പോരാ, അതിരിനപ്പുറമായി നീ ദൈവസന്നിധിയിൽ വളരണം, അപ്പുറമായി വളരണം. അതാണ് വചനം പറഞ്ഞത്, ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തരമായി പകരുന്നൊരു ദൈവം. ഈ വർഷം പരിധിക്ക് അപ്പുറമായൊരു അനുഗ്രഹം വേണം. നിങ്ങളുടെ നന്മകളെല്ലാം അപ്പുറമായി പ്രാപിക്കണം. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വിശാലമാകണം. ആമേ ഹല്ലേലൂയ. കെട്ടപ്പെട്ട സാമ്പത്തിക മേഖലയുണ്ട് അല്ലെ, ഒരു തുച്ഛമായ അല്ലെങ്കിൽ ഒരു ശമ്പളം, ഇത്ര രൂപ ശമ്പളമുള്ളൂ. ഞാൻ ഇവിടെ ഒരു 10,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ 20,000 ശമ്പളം വാങ്ങിക്കുന്നു. നിങ്ങൾക്ക് ഈ ശമ്പളത്തിനകത്ത് ജീവിക്കാൻ പറ്റുമെന്ന് കേട്ടുകഴിഞ്ഞാൽ ജീവിക്കാം. 5,000 രൂപയ്ക്കും ജീവിക്കാം, 2,000 രൂപയ്ക്കും ജീവിക്കാം, 5,000 രൂപയ്ക്കും ജീവിക്കാം, 1,00,000 ജീവിക്കാം, 1 കോടിക്കും ജീവിക്കാം. ഞാൻ ഒരു കാര്യം ഒന്ന് പറയട്ടെ. ഹല്ലേലൂയ. നിനക്കൊരു 18,000 15,000 ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ ആമേ അതിനകത്ത് ജീവിക്കുവാൻ വേണ്ടി ആമേ ഹല്ലേലൂയ ഞാൻ അതിനകത്ത് ജീവിക്കും. അല്ല എനിക്ക് കുറേ കൂടെ ജീവിക്കണം, അതല്ല, അതിനകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ആ കണക്ക് വയ്ക്കാതെ, എഴുതി വയ്ക്കാതെ, എനിക്ക് ഇത്ര രൂപയാണ് കണക്ക്, എനിക്ക് ഇന്ന കാര്യങ്ങൾ, ഈ കണക്ക് വയ്ക്കാതെ ദൈവ സന്നിധിയിൽ അത് കൊടുക്കുമെങ്കിൽ ആ ബന്ധനം ദൈവം പൊട്ടിക്കും. കാരണം നിന്റെ അളവിനെ ദൈവം മാറ്റുന്നതാണ് ദൈവം. അതാണ് വചനം പറയുന്നു, നിന്റെ അനുഗ്രഹത്തിൻ്റെ അളവിനെ തിരിക്കുന്നതാണ് ദൈവം. നിന്റെ അളവ് ഇത്ര രൂപ സാമ്പത്തികം ഒരു മാസം കിട്ടുമെന്ന് നീ മനസ്സിൽ കുറിക്കരുത്. അപ്പുറമായി ദൈവം തരുക ശക്തനാണ്. ഹല്ലേലൂയ. അതാ പ്രതീക്ഷിക്കാത്ത ഉറവകളെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ പരിധിക്ക് അപ്പുറമായി കൊണ്ടുവരാൻ ആർക്ക് പറ്റും?
ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനകത്ത് മനസ്സുകൾ നീറി, അതിനകത്ത് വേദനപ്പെട്ട് ഇന്ന് പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടും, ഇന്ന് പോയില്ലെങ്കിൽ കിട്ടത്തില്ല. അത് വേദനയും പ്രയാസവും ഭാരവും. ചില ഇത് പ്രതീക്ഷ 10 ദിവസം രോഗം വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. രോഗിയായാലും 2 ദിവസം വീട്ടിൽ നിന്നാലും ലീവ് എടുത്തില്ലെങ്കിലും നമുക്കൊരളവ് ദൈവം ഒരു മാസം വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അനുഗ്രഹം നമുക്ക് വെച്ചിട്ടുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത ഒരു നന്മ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി നീ ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നല്ല, പോകുന്ന വീട്ടിൽ നിന്നല്ല പ്രതീക്ഷിക്കേണ്ടത്, ദൈവത്തിൽ നിന്നും പ്രതീക്ഷ നിനക്ക് വെക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില പ്രതീക്ഷകൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നീ പ്രാപിക്കത്തക്കമെങ്കിൽ അതാ ദൈവം നിനക്ക് വേണ്ടി ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു നന്മ വെച്ചുകൊണ്ട് അന്ന് പ്രതീക്ഷയോടെ ഒരിക്കലും മുന്നോട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പുറമായി നിന്റെ പ്രതീക്ഷ ഹല്ലേലൂയ യേശുവിലായിരിക്കണം. അതാ പരിധിക്കപ്പുറമായി അതാ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എങ്ങനെ അനുഗ്രഹിക്കും? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടലിലെ മണൽത്തരി പോലെ ഒരു അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അബ്രഹാമിന്റെ സന്തതികളായി വംശവലിയായി നമ്മളായിരിക്കുന്ന നിങ്ങളും ഞാനും അനുഗ്രഹത്തിലോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഒന്നിനകത്ത് ഒതുങ്ങിക്കൂടുവാനല്ല, ഒന്നിനകത്ത് ഞെരുങ്ങുവാനല്ല, നിന്റെ വിശാലതയ്ക്ക് വേണ്ടി ഈ വർഷം ഒരു വിശാലതയായി തീരണമെങ്കിൽ നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം, നിന്നെ തന്നെ വിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഒരു നിന്നെ തന്നെ ദൈവകരങ്ങൾ പൂർണ്ണമായി കൊടുക്കുമെങ്കിൽ ദൈവം അപ്പുറമായി വളർത്തുവാൻ ശക്തനാണ്. ദൈവം വളർത്തുവാൻ ശക്തനാണ്. നമ്മൾ എവിടെയെങ്കിലും ഒതുങ്ങി പോകുമെങ്കിൽ നമ്മൾ മൊത്തത്തിലേ ഒതുങ്ങിപ്പോകും. ഹല്ലേലൂയ. നമ്മൾ ഒതുങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞെരുങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ ഞെരുക്കുന്ന ശത്രുവുണ്ട്. ഹല്ലേലൂയ. ഈ മനസ്സിനകത്തുള്ള ഞെരുക്കമാണ് പുറത്തുള്ള ഞെരുക്കം. മനസ്സിനകത്ത് പുറുറുപ്പുണ്ടെങ്കിൽ പുറത്തും പുറുറുപ്പായിരിക്കും. ഹല്ലേലൂയ. മനസ്സിനകത്ത് കയ്പാണെങ്കിൽ പുറത്തും കയ്പായിരിക്കും. നിങ്ങൾക്ക് മനസ്സിനകത്ത് ആരോട് കയ്പാണെങ്കിൽ അത് പുറത്ത് ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെടും. കാരണം നിന്റെ അകം, മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ ദൈവം അകമേ നോക്കുന്നു. ആരോടെങ്കിലും നിനക്ക് കയ്പുണ്ടെങ്കിൽ നിനക്ക് വിടുതലെടുക്കാൻ പറ്റത്തില്ല, പ്രാപിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇതെല്ലാം എവിടെയാ പോകുന്നു? കെട്ടപ്പെടുന്ന ചിരിക്കും. വാങ്ങുമ്പോൾ ചിരിച്ചും കൊണ്ട് വാങ്ങും. കുറച്ച് കഴിയുമ്പോൾ അകത്തിരുന്നിട്ട് ഓരോന്ന് പറയും, ഞാൻ ഇത്രയല്ല പ്രതീക്ഷിച്ചത്, കുറെ കൂടെ പ്രതീക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവം ഒരാളെ വ്യക്തിയിൽ ഒരു കുറച്ച് പൈസ തന്നിട്ട് അടുത്തൊരു വ്യക്തിയിൽ വേറെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു വ്യക്തിയുടെ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് പുറുവുറുക്കുകയാണ്. ഈ പുറുവുറുക്കുമ്പോൾ അവിടെ തീരുകയാണ്. പക്ഷെ ആ തരുന്ന അനുഗ്രഹം ഇവിടെ പ്രാപിച്ചിട്ട് സ്തോത്രത്തോട് അടുത്ത കാല് വയ്ക്കുമ്പോൾ അടുത്ത വ്യക്തിയുടെ ദൈവം പ്രവർത്തിക്കും. കാരണം ദൈവം പ്രവർത്തിക്കുന്നവന് നിനക്കൊരു വാഗ്ദത്തം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നിരിക്കും, നിശ്ചയമായിട്ട് തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലെ അഴിയുന്നു ഒരു കടം. ഒരു വ്യക്തി ഒരു കണക്ക് നോക്കിയപ്പോൾ ഒരു വ്യക്തി 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലാഞ്ഞാൽ അവനെ യജമാനൻ അവനെയും മാത്രമല്ല വ്യക്തിമാനും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവരിലൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. പണ്ട് ഒരു വ്യക്തി വാങ്ങിച്ചാൽ ഭർത്താവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ പിടിക്കും, മക്കളെ പിടിക്കും, കംപ്ലീറ്റും പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ പണ്ട് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ പലരും പരസ്യമായിട്ടൊക്കെയാണ് യേശു പറഞ്ഞൊരു ഉദാഹരണമാണ് പറയുന്നത്. നോക്കിക്കൊള്ളണം. അപ്പോൾ കുടുംബത്തിനകത്ത് എല്ലാവരും മൊത്തത്തിൽ പിടിച്ചുകൊണ്ട് പോകും. അപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ മക്കളെയും പിടിച്ചുകൊണ്ട് പോകും, ഭാര്യയും പിടിച്ചുകൊണ്ട് പോകും, എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് പോകും. എന്തൊരവസ്ഥയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എവിടെയെങ്കിലും കടം വാങ്ങിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് കുടുംബത്തിൽ മൊത്തം എല്ലാവരെയും ബാധിക്കും. ഇത് ഒരാൾ മാത്രമല്ല ബാധിക്കുന്നത്, എല്ലാവരെയും ബാധിക്കുന്ന കേസാണ്. കടം വാങ്ങുന്ന മുമ്പേ ആദ്യം മനസ്സിലാക്കണം, ഒരു കുടുംബം ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല, ആർക്കും അത് ഒഴിഞ്ഞു മാറാനും പറ്റത്തില്ല, അത് എല്ലാവരെയും ബാധിക്കും. അപ്പോൾ എത്രയാണ് വാങ്ങിച്ചതിരിക്കുന്നത്? 10,000 താലന്താണ് ഒരു വ്യക്തി കടം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കടം തീർക്കാൻ പറയുന്ന സമയത്തിനൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഈ കടം പറയുന്ന സമയത്ത് 6 മാസം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം 6 വർഷമായിട്ട് കൊടുക്കണില്ല. പരിധിയെല്ലാം കഴിഞ്ഞു. അവസാനം പിടിച്ചു കെട്ടുന്ന ഒരു ദിവസം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിടിച്ചു കെട്ടുന്ന ഒരു ദിവസം വരും. സമയം തീരുകയാണ്. അപ്പോൾ ക്ഷമയെല്ലാം നഷ്ടപ്പെട്ടു. ഈ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവസാനം ക്ഷമ നഷ്ടപ്പെടുന്ന ഒരു ദിവസം ഉണ്ട്, മറക്കരുത്.
നമ്മൾ കടം വാങ്ങിച്ച് ഇന്ന് കൊടുക്കാം, നാളെ കൊടുക്കാം, മറ്റൊന്ന് കൊടുക്കാം, ബാങ്കിൽ നിന്നൊക്കെ പൈസ എടുത്തു കഴിഞ്ഞാൽ അവസാനം ക്ഷമ ഇടുമ്പോഴാണ് ജപ്തിയായിട്ട് വരുന്നത്. ബാങ്കുകാർക്കും ഗവൺമെൻറ്റിനൊക്കെ ഒരു പരിധിയുണ്ട്. എവിടെ മനുഷ്യർക്കും ഒരു പരിധിയുണ്ട്, ഗവൺമെൻറ്റിനൊരു പരിധിയുണ്ട്, എല്ലാവർക്കും ഒരു പരിധിയുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു വേദനയായി മാറും. അപ്പോൾ അവർക്ക് ഒരു നിവൃത്തിയില്ല. ഡേറ്റുകളൊക്കെ പറഞ്ഞു, ആ ഡേറ്റുകളൊക്കെ തീർന്നുമ്പോൾ, ആ സമയങ്ങൾ തെറ്റുമ്പോൾ, നമ്മൾ കൊടുത്ത സമയം, നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ആ സമയത്തിനകത്ത് തീർക്കാൻ ശ്രമിക്കാൻ നോക്കുക. ഹല്ലേലൂയ. അല്ലാത്ത പക്ഷം അത് വരുമ്പോൾ നിയമപരമായും അല്ലാത്ത രീതിയിലൊക്കെ ഒരുപാട് കാര്യം മുന്നോട്ട് പോകേണ്ട വരും. അത് കഴിയുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കും. അപ്പോൾ ആ കുടുംബത്തിനകത്ത് വളരെ വേദനപ്പെട്ടു. എന്ന് വെച്ചാൽ ഒരു നിവർത്തി വെച്ചാൽ വാങ്ങുവാൻ നമുക്ക് നിവർത്തിയുണ്ട്, കൊടുക്കുവാൻ നിവർത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാങ്ങുവാൻ നമുക്ക് നിവർത്തിയുണ്ട്, കൊടുക്കുവാൻ നമുക്ക് നിവർത്തിയില്ല. എന്നാൽ ആ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കുടുംബത്തെ കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് കടം തീർപ്പാൻ എന്നുവെച്ചാൽ ഇനിയും കുറച്ച് ഡേറ്റുകൾ വേണം, എനിക്ക് കുറച്ച് സാവകാശം വേണം എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, പറഞ്ഞ സാവകാശങ്ങളെല്ലാം തീർന്നു, ഡേറ്റുകൾ തീർന്നു. ഇന്ന് ആരൊക്കെയോ എന്തൊക്കെയോ നോക്കിയോ കടപ്പെട്ടിരിക്കുന്നവരോട് പറയാ, നിന്റെ ഡേറ്റ് അവസാനിച്ചിരിക്കുന്നു, നീ കൊടുത്ത ഡേറ്റ് അവസാനിച്ചിരിക്കുന്നു. ഇതിനൊക്കെ കുരുങ്ങിക്കിടക്കുന്നവരുണ്ട് ഇതിനകത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറ്റത്തില്ല, നീ കൊടുത്ത ഡേറ്റ് ഒക്കെ തീർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കൽപ്പിച്ചു, ഭാര്യയും മക്കളെയൊക്കെ വിറ്റ് നോക്കിയാൽ അവനുള്ളതൊക്കെയും വിറ്റ് തീർക്കുവാൻ. അവൻ്റെ കുടുംബം മുഴുവൻ മക്കളെയും അവനുള്ളതൊക്കെ വിറ്റ് തീർക്കണം. നിന്റെ മക്കളെ വിൽക്കണം, നിന്റെ ഭാര്യ വിൽക്കണം, എല്ലാത്തിനും വിറ്റ് തീർക്കാൻ കൽപ്പിച്ചു, യജമാനൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ കടം വാങ്ങിച്ച 10,000 നോക്കിക്കോളാം, എത്ര? 10,000 താലന്താണ്, മറക്കരുത്. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനെ, എന്നോട് ക്ഷമ തോന്നണം, സകലം തന്ന് തീർക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഒരവസരം കൂടെ വേണം. എൻ്റെ യജമാനെ, എന്നോടൊന്ന് ക്ഷമിക്കണം. നീ പറഞ്ഞ ഡേറ്റൊക്കെ ശരി തന്നെയാണ്, തെറ്റിപ്പോയി, എൻ്റെ ഡേറ്റ് തരാൻ പറ്റിയില്ല. ഇന്ന് നിങ്ങൾ മനസ്സലിയത്തക്ക വണ്ണം ആ യജമാനനോട് 10,000 രൂപ വാങ്ങിച്ച യജമാനൻ്റെ മുമ്പിൽ എനിക്ക് പറഞ്ഞ ഡേറ്റുകൾ തെറ്റിപ്പോയിട്ടാണ്, ഒരവസരം കൂടെ തരുക. ഇന്ന് ദൈവസന്നിധിയിൽ നീ വന്ന വാക്ക് പാലിക്കാതെ ഇടർച്ച വന്നിട്ടുണ്ടെങ്കിൽ, നീ ദൈവസന്നിധിയിൽ വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സ് വയ്ക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കരുണ നിന്റെ മേൽ പകരുവാൻ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന മനസ്സലിയണം. ഇവിടെ നല്ല മനസ്സലിയണമേ, ഞാൻ സകലതും തീർത്തുകൊള്ളാം. തീർത്ത് തരൂല എന്നല്ല പറഞ്ഞത്, ഇവിടെ പറഞ്ഞ് ഞാൻ സകലവും തന്ന് തീർത്തുകൊള്ളാം. എന്ന് വെച്ചാൽ പലിശയും പൈസ വാങ്ങിക്കഴിഞ്ഞാൽ ആരും ചുമ്മാ കൊടുക്കത്തില്ല. പലിശയും ആരെങ്കിലും പൈസ പണം കൊടുക്കുമോ? ഇപ്പം ബാങ്കിൽ നിന്ന് പൈസ എടുത്താലും പലിശയും കൊടുക്കണം. ഒരു വ്യക്തിയിൽ നിന്ന് പൈസ വാങ്ങിച്ചാൽ പുള്ളിക്ക് പലിശയും കൂടെ മനസ്സിലാക്കണം. ചുമ്മാ ആരും 10 പൈസ ഇന്ന് ആരും തരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വാങ്ങിച്ച പൈസയുടെ സകലതും തീർത്തുകൊള്ളാം, പൈസയും തരാം, പലിശയും തരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സകലതും തീർത്ത് തരാം എന്ന് പറഞ്ഞ് എന്നോടൊന്ന് മനസ്സലിയണമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആ വ്യക്തി നിൽക്കുന്നു, വിയർത്തുകൊണ്ട് നിൽക്കുകയാണ്, ആകപ്പാടെ വിയർക്കുകയാണ്. ഒന്നിൻ്റെ കുടുംബം ഓർക്കുന്നു, ഭാര്യ ഓർക്കുന്നു, മക്കളെ ഓർക്കുന്നു, എല്ലാം വിയർക്കുകയാണ്. അപ്പോൾ ആ ദാസന് യജമാൻ എന്ത് ചെയ്തു? ഈ അവസ്ഥ കണ്ടിട്ട് പുള്ളി മനസ്സിലായി, പുള്ളിയുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ചിലർ ഉണ്ടെങ്കിൽ സമയത്ത് തീർക്കത്തില്ല, അത് പോട്ടെ, ഹല്ലേലൂയ, നമുക്ക് താഴോട്ട് വരാം. അപ്പോൾ യജമാനൻ മനസ്സലിഞ്ഞു. ആ പറഞ്ഞ വാക്ക് കേട്ട് വീണ്ടും വിശ്വസിച്ചു, വീണ്ടും പറ്റിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും മനസ്സലിഞ്ഞു, അവനെ വിട്ടയച്ചു, വീണ്ടും കടം ഇളച്ചു കൊടുത്തു. ഹല്ലേലൂയ. കടത്തിന് വേണ്ടി വീണ്ടും ഇളച്ചു കൊടുത്തു, സമയം കൊടുത്തു. 10,000 രൂപ വാങ്ങിച്ചവന് വീണ്ടും ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. നിന്നോട് ഞാൻ ക്ഷമിക്കുകയാണ്, നിന്നോട് ആമേ കുറച്ച് സമയം കൊണ്ട് നിനക്ക് തരാം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. എന്നിട്ട് അവിടെ നിന്ന് ഒരു വിടുതൽ കെട്ടി. ഇപ്പം നിന്റെ ഭാര്യയെ പിടിക്കുന്നില്ല, നിന്റെ മക്കളെ പിടിക്കുന്നില്ല, ആരെയും പിടിക്കുന്നില്ല, നിനക്ക് സമയം ഇളച്ചു കൊടുത്തു. 28-ാമത്തെ വാക്യത്തിൽ 10,000 രൂപ കൊടുക്കുന്നവന് ആ യജമാനൻ ക്ഷമിച്ചു. ഈ 10,000 രൂപ വാങ്ങിച്ച വ്യക്തിയുടെ നിന്ന് അടുത്ത 100 വെള്ളിക്കാശ് ആര് വാങ്ങിച്ചു? വേറെ ഒരുത്തൻ വാങ്ങിച്ചു. ശ്രദ്ധിച്ചു കേക്ക്. ഹല്ലേലൂയ. അപ്പോൾ ഈ 10,000ന്റെ കടം 10,000 രൂപ കിട്ടേണ്ട വ്യക്തിക്ക് ക്ഷമിച്ചു കൊടുത്തപ്പോൾ അവൻ ക്ഷമിച്ച് വിടുതലായിട്ട് ഒരു കഥ പോലെ നിങ്ങൾ കേൾക്കണം, ഹൃദയത്തിനകത്ത് ഗ്രഹിക്കണം. അവസാനം മാത്രമേ നമുക്ക് വിടുതലായി മാറത്തുള്ളൂ. മനസ്സിലാവുന്നു? 10,000 കൊടുക്കുന്ന വ്യക്തിക്ക് ക്ഷമിച്ചു. യജമാനൻ വാങ്ങിച്ച വ്യക്തി
ക്ഷമിച്ചു കൊടുക്കുകയാണ്. ഈ ക്ഷമ കിട്ടി സന്തോഷത്തോടെ പോവുകയാണ്. എന്തായാലും എൻ്റെ കടമൊക്കെ ഇത്തിരി ക്ഷമ തന്നു, എനിക്ക് തീർക്കാൻ സാവകാശമൊക്കെ തന്നല്ലോ. നല്ല എൻ്റെ നാസം നല്ല യജമാനൻ, കുഴപ്പമില്ല, എന്നോട് നല്ല മനസ്സലിഞ്ഞ് തോന്നല്ലോ, ഇപ്പോഴൊന്നും എൻ്റെ കുടുംബത്തെ ആരും പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് ക്ഷമ തന്നപ്പോൾ എൻ്റെ ഇന്നൊരു 100 വെള്ളിക്കാശ് വാങ്ങിച്ചപ്പോൾ അങ്ങനെ നടന്നു വരികയാണ്. മെല്ലെ മെല്ലെ നടന്നു വരുന്നു. അവനെ കണ്ടപ്പോൾ 10,000-നെക്കാട്ടിലും 100 വെള്ളിക്കാശ് വാങ്ങിച്ച കടപ്പെട്ട ഒരു കൂട്ടുദാസൻ, എന്നുവെച്ചാൽ എൻ്റെ വാങ്ങിച്ച ഒരു വ്യക്തനെ കണ്ട ഉടനെ പറഞ്ഞു, അവന്റെ കൊങ്ങയ്ക്ക് അങ്ങ് കയറി പിടിച്ചു, തൊണ്ടയ്ക്ക് പിടിച്ചു, ഞെക്കി, എന്റെ പൈസ വെച്ചിട്ട് പോ, എന്റെ പണം വെച്ചിട്ട് പോ. 10,000 രൂപ കൊടുക്കാനുള്ള നിന്റെ തൊണ്ടയ്ക്ക് പിടിച്ചില്ല, 10,000 രൂപ കൊടുക്കാനുള്ള നിന്റെ തൊണ്ടയ്ക്ക് യജമാനെ പിടിച്ചില്ല. പക്ഷെ 100 വെള്ളിക്കാശ് കിട്ടാനുള്ള നീ എന്ത് ചെയ്തു? അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ചങ്ങ് ഞെക്കി. നിന്റെ കട തീർത്തിട്ടേ പോകാം, ഇവിടെ പിടുന്നില്ലേ? നമ്മൾ പറയണമെങ്കിൽ ഇവിടെ നില്ലടാ, നില്ലടി, എന്റെ പൈസ തന്നിട്ട് നീ പോയാ മതി. എന്നാൽ ആ ദാസൻ ക്ഷമ തോന്നണമേ എന്ന് എന്നോട് ഈ 100 വെള്ളിക്കാശ് വാങ്ങിച്ച കൂട്ടുദാസൻ പറഞ്ഞു, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്ന് തീർക്കാമേ എന്ന് അപേക്ഷിച്ചു. എന്നാൽ അവന് മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടോളം അവനെ തടവിലാക്കി. ഇവൻ ഈ വ്യക്തിയുടെ മുമ്പിൽ ഒരു കടക്കാരനോട് അവൻ ക്ഷമ ചോദിച്ചപ്പോ ഇവന് മനസ്സലിഞ്ഞില്ല. ഇവിടെ 10,000 രൂപ കൊടുക്കാൻ നിന്നോടുള്ള വ്യക്തി മനസ്സലിഞ്ഞപ്പോ നിന്റെ 100 വെള്ളിക്കാശ് വാങ്ങിച്ചവനോട് നിനക്ക് മനസ്സലിഞ്ഞില്ല. അത് മാത്രമല്ല, 10,000 രൂപ വാങ്ങിച്ച വ്യക്തി നിന്റെ കൊങ്ങയ്ക്ക് പിടിച്ചില്ല. പക്ഷെ 100 വെള്ളിക്കാശ് കിട്ടുന്നത് ആ വ്യക്തിയുടെ കൊങ്ങയ്ക്ക് പിടിച്ചു. ഇന്ന് സമൂഹം അങ്ങനെയാണ്. ഇന്ന് മറ്റുള്ളവർക്ക് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ, കൊടുക്കാനുള്ളതിനെ കാട്ടിലും നമുക്ക് വല്ല 10-100 രൂപ കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ ആരെ മോളാണെന്നും ആരെ മോനാണെന്നും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നും എന്താണെന്നും നമ്മൾ കാണിച്ചിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, നമുക്കുള്ള കാര്യം വലുതായിട്ട് കാണുന്നു. നമുക്ക് കിട്ടാനുള്ള കാര്യത്തെ വലുതായിട്ട് കാണുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട കാര്യത്തെ വലുതായിട്ട് കാണുന്നില്ല. നമുക്കെന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ പറയും, എനിക്ക് കിട്ടാണ്ട് അവനെ ഇന്ന് ഞാൻ ഇവിടെ പിടിച്ചു കൊണ്ടുവന്ന് അടിയും കൊടുക്കും, വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലും കയറ്റും, കോടതിയിലും കയറ്റും. കണക്ക് നോക്കി വന്നപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തരാനേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കണക്ക് നോക്കുന്നുമ്പേ, ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുന്നുമ്പേ നീ നോക്കണം. ഒരു കാര്യത്തിന് വേണ്ടി വഴിതിരിക്കുമ്പോൾ നീ നിന്റെ ചുറ്റുപാട് നോക്കണം. നീ എത്ര രൂപ, എത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ക്ഷമയില്ല, നിനക്ക് കിട്ടാനുള്ള തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി നിനക്ക് ക്ഷമയില്ല. നീ അവിടെ അന്തരീക്ഷം മാറ്റുന്നുണ്ട്, ആ ദേശത്ത് നീ മാറുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ആ കണക്കിന് ഞാൻ പോട്ടെ, കുറെ കൂടെ പണമുണ്ട്, കുറെ കൂടെ കൊടുക്കാനുണ്ടെങ്കിൽ എന്തൊരു അവസ്ഥയായിരുന്നു. ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഈ ഭൂമി നിനക്ക് മറ്റുള്ളവരോട് നിനക്ക് ക്ഷമ കിട്ടുന്നില്ല. നിനക്ക് ക്ഷമ കിട്ടിയപ്പോൾ നീ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് കൊടുക്കാനുള്ളവരോട് ഹല്ലേലൂയ നമ്മൾ ഡേറ്റ് പറയും. നമ്മൾ കൊടുക്കാനുള്ള ഇന്നാവട്ടെ, നാളെ ആവട്ടെ, മറ്റന്നാവട്ടെ, അടുത്ത മാസമാവട്ടെ, 2 വർഷമാവട്ടെ, 3 മാസമാവട്ടെ, ഡേറ്റ് പറഞ്ഞ് ഇത് ഗർഭിണി ആവുകയില്ല, പ്രസവിക്കുകയില്ലാത്ത മച്ചി പോലെ നടക്കുന്ന സ്ഥലത്ത് ഡേറ്റുകളുണ്ട്. ഇത് കൊടുക്കുകയില്ല, കൊടുത്ത് തീർക്കുകയില്ല, ചെയ്യയില്ല, പറഞ്ഞ് അവസ്ഥ ക്ഷമയെല്ലാം നഷ്ടപ്പെട്ടു. എഴുതി കൊടുത്ത പേപ്പറെല്ലാം ഡേറ്റും കഴിഞ്ഞു. ഹല്ലേലൂയ. കോടതിയിലൊക്കെ നിയമങ്ങളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പേപ്പറിന് വിലയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ എഴുതി കൊടുക്കുന്ന 50 രൂപ പത്രത്തിനും വിലയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ചെക്ക് ലീഫിനും
എല്ലാത്തിനും വിലയുണ്ട്. വാക്ക് പറഞ്ഞാലും റെക്കോർഡിംഗ് ഉണ്ട്. ഹല്ലേലൂയ. എഴുതി എല്ലാം ഈ ലോകത്തിലുണ്ട്. നമ്മൾ വാങ്ങിച്ച ഇന്നല്ലെങ്കിൽ നാളെ കൊടുത്തേ തീരത്തുള്ളൂ കുഞ്ഞെ. ഒരു കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇതാ 10,000 രൂപ വാങ്ങിച്ചവൻ്റെ അവനെ ക്ഷമിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് 100 വെള്ളിക്കാശ് കിട്ടിയവന് ക്ഷമയില്ലാതെ അവനെ പരസ്യമായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അത് ഒറ്റയ്ക്ക് നമ്മളല്ല, മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയപ്പോ അവന്റെ ഹൃദയം പടച്ചത് സ്വർഗത്തിലെ ദൈവം കാണുന്നു. മറ്റുള്ളവരെ മുമ്പിൽ നാണം കെടുത്തിയപ്പോ 10 വരെ മുമ്പിൽ നാണം കെടുത്തിയപ്പോ അവന്റെ ഹൃദയം പടച്ചത് സ്വർഗം കണ്ടിരിക്കുന്നു. അത് രഹസ്യത്തിലല്ല. നീ വേദനിപ്പിച്ചത് രഹസ്യത്തിലല്ല, പരസ്യത്തിലാണ് നീ വേദനിപ്പിച്ചത്. ആ വ്യക്തിയുടെ ഹൃദയം ദൈവം നല്ലപോലെ കാണുന്നു. ഹല്ലേലൂയ. അതൊരു വലിയൊരു നീറ്റലായി, അത് വല്ലാത്ത വേദനയായി. ആ വ്യക്തി വലിയൊരു കടത്തിൽ നിന്നും സാമ്പത്തികത്തിൽ നിന്നും ആ വ്യക്തിയോട് ക്ഷമിച്ചപ്പോ ഈ വ്യക്തിക്ക് കുറച്ച് സമയം കൂടെ ക്ഷമിക്കാനുള്ള മനസ്സ് കൊടുത്തില്ല. എന്നാൽ അവന് പരസ്യമായിട്ട് കൊങ്ങയ്ക്ക് പിടിച്ച് അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി എന്ന് പറഞ്ഞാൽ കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കി. സൂക്ഷിച്ചോളണം, നീ സഹായിക്കാൻ വയ്യ, നിന്റെ തൊണ്ടയ്ക്ക് പിടിക്കും. നീ പൈസ കൊടുത്തിട്ട് ഹല്ലേലൂയ സമയത്തിന് തീർത്തില്ല എങ്കിൽ, അത് കൊടുത്തില്ല എങ്കിൽ എന്ത് ചെയ്യും? ഒരു കൊങ്ങയ്ക്കൊരു പിടി വീഴുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതാ പറയുന്നുണ്ട്. എന്നിട്ട് ആ വ്യക്തി പറയും, എനിക്ക് കുറച്ചുകൂടെ സമയം തരണം യജമാനെ, എനിക്ക് കുറച്ചുകൂടെ സമയം തരണം, ഞാൻ തീർത്തുകൊള്ളാം എന്നോട് അപേക്ഷിച്ചു. എന്നാൽ ഈ വ്യക്തിക്ക് മനസ്സില്ലായിരുന്നു. ഹല്ലേലൂയ. നിന്നോട് മറ്റുള്ളവർ ക്ഷമിക്കണം, നിനക്ക് ക്ഷമിക്കാൻ മനസ്സില്ല. എല്ലാവരും പറയുന്നത് എനിക്ക് ക്ഷമിക്കാൻ മനസ്സൊന്നുമില്ല, നിങ്ങൾ എല്ലാവരും വേണം എന്നോട് ക്ഷമിച്ചോ. അങ്ങനെ ഉള്ള ഒരു കൂട്ടരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ മനസ്സില്ലായിരുന്നു, പുള്ളിക്ക് ക്ഷമിക്കാൻ മനസ്സില്ല. ഉടനെ ചെന്ന് 30-ാമത്തെ വാക്യത്തില്, എന്നാൽ അവൻ മനസ്സിലാത്തതുകൊണ്ട് ഉടനെ ചെന്ന് കടം വീട്ടോളം അവനെ തടവിലാക്കി വെച്ചു. എവിടെയാക്കി വെച്ചു? തടവിലാക്കി വെച്ചു. ഹല്ലേലൂയ. എൻ്റെ കടം തീർത്തിട്ട് വയ്യാ മതി. അവനെ അറസ്റ്റ് ചെയ്തു. അപ്പോ 33-ാമത്തെ വാക്യത്തിൽ രഹസ്യത്തിലല്ല ചെയ്തത്, പരസ്യത്തിലാ ചെയ്തത്. നിന്റെ കൂട്ടുദാസൻ കാണുന്നുണ്ട്, നീ ചെയ്തത് സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. നിന്റെ കൂട്ടുദാസൻ കാണുന്നതിനുപരിയായിട്ട് നിന്റെ കർത്താവായ യേശു കാണുന്നുണ്ട്. ഇന്ന് ദൈവം കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ഈ അനുഭവം കണ്ടിട്ട് 100 വെള്ളിക്കാശ് 10,000 കൊടുക്കണവൻ 100 വെള്ളിക്കാശിന് വേണ്ടി ഈ വ്യക്തിയുടെ തൊണ്ടയ്ക്ക് ഇവിടെ നിൽക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ, തടവിലാക്കിയപ്പോൾ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ബൈബിൾ പറയുന്നു, ഇത് സംഭവിച്ചതൊക്കെയും യജമാനെ ചെന്ന് ബോധിപ്പിച്ചു. നിനക്കൊരു യജമാനനുണ്ട്. നീ 100 വെള്ളിക്കാശിന് നിനക്ക് കിട്ടാനുണ്ടെങ്കിൽ നീ 10,000 വെള്ളിക്കാശ് നീ കൊടുക്കാനുള്ള ഒരു സ്വർഗത്തിൽ ഒരു വലിയൊരു യജമാനുണ്ടെന്ന് ബൈബിൾ വിളിച്ചു പറയുന്നു. നിനക്ക് 100 വെള്ളിക്കാശിന് മാത്രമല്ല 10,000 വെള്ളിക്കാശിന് ഉടമസ്ഥനായിരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നിനക്കുണ്ട്. ആ ദൈവം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇത് ആരെ ബോധിപ്പിച്ചു? യജമാനെ, വലിയ എമൗണ്ട് വാങ്ങിച്ച യജമാനെ ബോധിപ്പിച്ചു. 32-ാമത്തെ വാക്യത്തിൽ യജമാനൻ അവനെ വിളിച്ചു. എങ്ങനെ വിളിച്ചു? ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കാൽ ഞാൻ ആ കടമൊക്കെ ഇളച്ചു തന്നുവല്ലോ. നീ എന്നോട് അപേക്ഷിച്ചപ്പോ ഞാൻ നിനക്ക് കടങ്ങളെല്ലാം ഇളച്ചു തന്നു, നിനക്ക് തന്നു, ക്ഷമ തന്നു. എന്നാൽ ആകയാൽ ഞാൻ ആ കടമൊക്കെ ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നിയതല്ലയോ? അവിടെയാണ് എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടല്ലയോ? എനിക്ക് നിന്നോട് മനസ്സലിഞ്ഞു, നിനക്ക് കിട്ടേണ്ട വ്യക്തിയോട് നീ മനസ്സലിയണ്ടയോ? ആദ്യത്തെ വിളി എന്ന് ചോദിച്ചപ്പോൾ നിന്റെ മുഖത്ത് നോക്കി നിനക്ക് ക്ഷമയും താഴ്മയും തന്നു. നിന്നെ മനസ്സലിഞ്ഞ് വിട്ടപ്പോ നീ ചെയ്ത പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല.
നീ ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് 32-ാമത്തെ വാക്യത്തിൽ വിളിച്ചത് ദുഷ്ടനായ ദാസനെ. ഇന്ന് ദുഷ്ടനായ ദാസനെ എന്ന് മാത്രമല്ല വിളിക്കേണ്ടത്, ദുഷ്ടത്തിയായ ദാസിയെ. ദാസന്മാർക്ക് മാത്രമല്ല, ദുഷ്ടത്തിയായ ദാസിയെ. നീ എന്നോട് അപേക്ഷിക്കാൻ, ഞാൻ നിനക്ക് കടമെല്ലാം അടച്ചു തന്നു. നമുക്ക് 10 പണം കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂല. പലപ്പോഴും ആമേ പ്രൈസ് ദി ഹല്ലേലൂയ, ഇത് പലതും കിട്ടപ്പെടുകയാണ്, അനുഗ്രഹം ബന്ധിക്കപ്പെടുകയാണ്. ഒരു കാര്യം ചെയ്യും മുമ്പേ, ഒരു കാര്യം നമ്മൾ എടുക്കും മുമ്പേ, നമ്മൾ എവിടെയെങ്കിലും ഈ വർഷത്തിൽ നമ്മൾ ആരംഭത്തിൽ നമ്മുടെ വാങ്ങൽ കൊടുക്കൽ ഉണ്ടെങ്കിൽ നല്ലൊരു ഡേറ്റ് ഇന്ന് പറയണം. ഞാൻ ഇത്രാം തീയതി കൃത്യമായിട്ട് കൊടുക്കാം. ഈ ലോട്ടറിക്കാർക്കുമാരും വിളിച്ചു നടക്കും പോലെ നാളെ 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 നീളെ 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 ഞാൻ കൊടുക്കാം. വാക്കല്ല. ഇത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹം എവിടെയൊക്കെ ബ്ലോക്കായി പോകാൻ കാരണം നിന്റെ പ്രവൃത്തി കൊണ്ടാണ്. നീ ആരെ പറ്റിക്കുമോ ദൈവം നിന്നെ പറ്റിക്കും. ആ വ്യക്തി ഒന്നും പ്രവർത്തിക്കത്തില്ല, ആ വ്യക്തി നിന്നോട് ക്ഷമിക്കും. നിന്റെ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യുന്ന, ബന്ധിക്കുന്നത്, നിന്റെ കൊടുക്കൽ വാങ്ങലുള്ളത് എപ്പോഴും നേരെ അല്ല എങ്കിൽ, ആമേ കൊടുക്കുവാൻ നമുക്ക് പ്രാപ്തിയില്ല എങ്കിൽ വാങ്ങാൻ പോകരുത്. പ്രൈസ് ദി ഹല്ലേലൂയ. ഒരു കാരണവശാലും കടം വാങ്ങി ഒരു കാരണവശാൽ നിങ്ങൾ ചെയ്തോ, കടം വാങ്ങിച്ചോ, ലോൺ എടുത്തോ, വീട് വിറ്റോ, എന്ത് വേണോ ചെയ്തോ, പക്ഷെ പ്രാപ്തിക്കനുസരിച്ചായിരിക്കണം. യാത് കാര്യം ചെയ്താലും അത് ചെയ്യാനൊരു കഴിവുണ്ടായിരിക്കണം. ആമേ, നമ്മൾ എവിടെന്നെങ്കിലും 10 രൂപ കടപ്പെട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ചാനലിലൂടെ, മന്ന TV-യുടെ മീഡിയയിലൂടെയിലോ ഇന്ന് കേൾക്കുന്നവരെ ഞാൻ പറയാം, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും 10 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അത് കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് ഒരു ദിവസം ഡേറ്റിന് മുമ്പേ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഡേറ്റ് പറയുക. അത് ഒരിക്കലും ഡേറ്റ് പറഞ്ഞ് പറ്റിക്കരുത്. അത് പറ്റിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തെ പറ്റിക്കുന്നതിൽ തുല്യമാണെന്ന്, നിന്റെ അനുഗ്രഹത്തെ കെട്ടപ്പെട്ടു പോകുന്ന, അനുഗ്രഹം ബ്ലോക്ക് ചെയ്യുമെന്ന് തിരുവചനം വിളിച്ചു പറയുകയാണ്. ആരെയും നമ്മൾ പറ്റിക്കരുത്, ആരെയും ചതിക്കരുത്, ആരെയും നമ്മൾ ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആമേ അവിടെ നമ്മൾ നാശക്കോട്ടയാക്കരുത്. ഹല്ലേലൂയ. ഇന്ന് തിരുവചനം വിളിച്ചു പറയുകയാണ്, നമുക്ക് ക്ഷമിച്ചു തരുന്നത് പോലെ ഒരു നല്ലൊരു ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ ഇന്ന് നമുക്ക് ക്ഷമിക്കാൻ ഒരു മനസ്സുണ്ടാവണം. നമ്മളെ സഹായിച്ചവരെ മറക്കരുത്, നമ്മളെ നടത്തിയവരെ മറക്കരുത്. ആമേ ഹല്ലേലൂയ. നമ്മളെ സഹായിച്ചവരെ നടത്തിയവരെയും ഒരു കാരണവശാലും ഒരു കാലത്തും മറക്കരുത്. ഹല്ലേലൂയ. ചെവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ പറ്റൂ കുഞ്ഞെ. ചെവരില്ലാത്തൊരു ദിവസം ഉണ്ടായിരുന്നു, അത് മറന്നു പോകരുത്. ആമേ, ചെവരുണ്ടെങ്കിൽ മാത്രമേ, എൻ്റെ അപ്പൻ പറയും, എപ്പോഴും പറയും, മക്കളെ എടാ ചുമരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ പറ്റൂ. ഒരു ചുവരില്ലാത്തൊരു ദിവസം ഉണ്ടായിരുന്നു. നമുക്ക് ചുവരുണ്ടാക്കി തന്ന ദൈവം, നടത്തിയ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും നന്ദിയോട് കാണിക്കരുത്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പിൽ ആമേ നമ്മളെ സഹായിച്ചവരെ നമ്മളെ തല കുനിപ്പിക്കുമ്പോൾ, നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രതികരിക്കത്തില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു തീ വന്ന് വീഴുന്നാൽ സ്വർഗത്തിലെ തീ പോലെ നിന്റെ തലമുറ ബാധിക്കോ, നിന്റെ കുടുംബത്തെ ബാധിക്കോ. അത് നിന്റെ കുടുംബത്തില് 4 തലമുറ ചെന്ന് വീഴും. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ എത്ര ഞാർച്ച ചെയ്താലും, എത്ര കുമ്പസരിച്ചാലും മാറൂല. എത്ര കുമ്പസാരം ചെയ്താലും, വാങ്ങിച്ചവരെ കരയിച്ചാൽ, നീ ഒരു കാരണവശാലും എന്തൊക്കെ നീ ഞാർച്ച ചെയ്താലും, എത്ര കുമ്പസരിച്ചാലും അത് മാറത്തില്ല. കാരണം നമ്മളെ സഹായിച്ചവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കരയിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേ, നിന്റെ ശത്രുക്കളോ ആമേ ഹല്ലേലൂയ നിന്നെ സഹായിച്ചവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് കടത്തിൻ്റെ മേൽ ഭാരപ്പെടുമ്പോൾ, കടം വാങ്ങിച്ച് ഇന്ന ചെയ്യാമെന്ന് ഞാൻ പറയാം. ഒരു കടം വാങ്ങിച്ച് ചെയ്യുന്ന മുമ്പേ തീർക്കാനുള്ള ഒരു മനസ്സും വേണം, ഒരു മനസ്സ് വേണം. എനിക്ക് തീർക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് ഹല്ലേലൂയ എനിക്ക് അതിനുള്ള വക ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആനയും ആട്ടുകൂട്ടിയും കൊണ്ട് വ്യത്യാസമുണ്ട്. ആനയും ആട്ടുകുട്ടിയും കൊണ്ട് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരെ നോക്കി നമ്മൾ ജീവിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മളെ നോക്കി, യേശുവിനെ മുഖത്ത് നോക്കി ജീവിക്കുക. ഹല്ലേലൂയ. മറ്റുള്ളവരെ വീട് നോക്കി നമ്മളെ വീട് നോക്കരുത്. മറ്റുള്ളവൻ്റെ വീട്ടിൽ പലതും കാണും, എൻ്റെ വീട്ടിൽ അതൊന്നും കാണത്തില്ല. ഉള്ളത് വെച്ച് ജീവിക്കുക. ഹല്ലേലൂയ. അവരെ വീട്ടിൽ ആമേ ഹല്ലേലൂയ ഗ്യാസും പല മോഡലും കാണും, നമ്മളെ വീട്ടിൽ വിറവെടുപ്പായിരിക്കും, അതും മതിയെന്നേ. ഹല്ലേലൂയ. രണ്ടും വേകുന്നത് ഒന്ന് തന്നെ. ഹല്ലേലൂയ. രണ്ടും തീ തന്നെ. ഗ്യാസിലൂടെ വരുന്ന തീ തന്നെയാണ്, വിറവിലൂടെ തീ തന്നെയാണ്. ഹല്ലേലൂയ. നിന്നും കൊണ്ട് ആമേ ചിലവർക്ക് ഇപ്പം എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് അമ്മേ കിടന്നും കൊണ്ട് ഉറങ്ങിയാൽ പോരാ, ആടി ഉറങ്ങണം.
ഇപ്പൊ ഞങ്ങൾ കിടന്നിട്ട് നടുവേദന, ഇപ്പൊ കട്ടിൽ പോരാ, ഇനി തൂക്ക് കട്ടിലാണ്, ഇത് കണ്ട് നോക്കി വെച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഊഞ്ഞാലാടി ഉറങ്ങണം. ഇന്ന് പല ഊഞ്ഞാലുകളും പല വീടുകളിൽ കിടക്കുന്നുണ്ട്. പ്രൈസ് ആളെ കാണാനില്ല. പ്രൈസലോ, ഹല്ലേലൂയ. ഈ ഊഞ്ഞാലിടന്ന് ആടുമ്പോൾ ഹല്ലേലൂയ ആടിക്കോന്ന് പറഞ്ഞാൽ അതിന് ഞാൻ വിരോധമൊന്നുമല്ല. നിങ്ങളെ പ്രാപ്തി അനുസരിച്ച് ആടുകയോ പാടുകയോ ചാടുകയോ ചെയ്. പക്ഷേ ഇന്ന് നിന്നോട് ക്ഷമിക്കുമ്പോൾ നിനക്ക് ക്ഷമിക്കുവാൻ മനസ്സില്ല എങ്കിൽ ആമേൻ, നിന്നോട് ദൈവം ക്ഷമിച്ചു തരുമ്പോൾ നിന്റെ കടത്തെ നിനക്ക് ദൈവം ക്ഷമിച്ചു തരികയാണ്. ആമേൻ, നിന്റെ കടം നിനക്ക് നീ വാങ്ങിച്ചതോട് നീ ക്ഷമിക്കുന്നുണ്ടോ? എനിക്കത് മനസ്സില്ല. ഹല്ലേലൂയ. ഞാൻ കൊടുത്ത പൈസയുടെ മൂല്യം വലുതാ, പക്ഷെ വാങ്ങുന്ന സാമ്പത്തികത്തിൻ്റെ മൂല്യം ചെറുതായിട്ട് കാണരുത്. ഒരിക്കലും അതങ്ങനെ കാണരുത്. ഇന്ന് ഇതിനകത്ത് എന്തെങ്കിലും ആ തെറ്റ് വന്നിട്ടുണ്ട്, ദൈവത്തിൽ ഏറ്റു പറയണം. കർത്താവ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഞാൻ അവൻ്റെ കൊങ്ങക്കേറി പിടിച്ചു, പലതും കാണിച്ചു, അട്ടഹാസം കാണിച്ചു, ഞാൻ വിളിച്ചൂടെ പൊടിച്ചു, ഞാൻ മൊത്തം നാറ്റിച്ചു. ദൈവസ്ഥലം ഏറ്റു പറഞ്ഞ് കുമ്പസരിക്കേ, ഒന്ന് പ്രാർത്ഥിക്കേ. ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറ, ഞാൻ ചെയ്ത തെറ്റാണ്. ചിലർക്ക് മുമ്പോട്ടൊന്ന് സാക്ഷി പറയണം. ഒരു ക്ഷമ ദൈവസ്ഥലിൽ നിന്ന് പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിച്ചാൽ മനസ്സലിയേണ്ട സമയത്ത് ദൈവം മനസ്സലിയും. പ്രൈസ് ഹല്ലേലൂയ. നമ്മൾ മറന്നു പോയാലും സ്വർഗത്തിലെ ദൈവം മറന്നു പോകത്തില്ല. ദൈവത്തിന്റെ നീതിയുടെ പുസ്തകത്തിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ ദൈവം എഴുതിയിടുന്നുണ്ട്. ഹല്ലേലൂയ. കാര്യം കാണാൻ വേണ്ടി എന്തെന്തൊക്കെ വിളിക്കും. ഒരു കാര്യം കാണാൻ വേണ്ടി കാര്യം കഴിയുമ്പോൾ അവൾ ഏത് മോളാണെന്ന് വ്യക്തമാറ്റി വെളിപ്പെടും. ഒന്നേ ഭദ്രാളിയായിരിക്കും, അല്ല നാരദനായിരിക്കും. ഏതിന് ഒന്ന് വ്യക്തമാറ്റി വെളിപ്പെടും. പ്രൈസലോ, ഹല്ലേലൂയ. പ്രൈസലോ, ഹല്ലേലൂയ. 33-ാമത്തെ വാക്യത്തിൽ ആമേ, എനിക്ക് നിന്നോട് കരുണ തോന്നിയല്ലോ. നിനക്ക് നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. എനിക്ക് നിന്നോട് മനസ്സലിഞ്ഞു. യേശു പറയാ, ഞാൻ നിന്നോട് മനസ്സലിഞ്ഞില്ലയോ? ഇന്ന് ആരെങ്കിലും കിട്ടാനുള്ളവരോട് നിങ്ങൾ മനസ്സലിയണം, ക്ഷമ കൊടുക്കണം. നിങ്ങൾ മനസ്സലിഞ്ഞാൽ ദൈവവും മനസ്സലിയും. നിങ്ങൾ ക്ഷമിച്ചു കൊടുത്താൽ ദൈവവും ക്ഷമിക്കും. ദൈവത്തിന് മനസ്സലിവുണ്ട്, നിങ്ങളുടെ കരുണയുണ്ട്. ആമേ, പലരും പറയും ഞങ്ങൾ ഇല്ലാത്തോണ്ടല്ലേ കൊടുക്കാത്തത്. ശരിയാ, ഇല്ലാത്തോണ്ടാ കൊടുക്കാത്തത്. പക്ഷേ അതിന് നമ്മൾ എത്രയും പെട്ടെന്ന് ആമേ ഹല്ലേലൂയ ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ വർഷം അവസാനിക്കുന്ന മുമ്പേ ചില കടത്തിൻ്റെ മേലൊരു വിടുതൽ വരണം. നിങ്ങൾ ആരും വാടിയിൽ പിടിച്ചു നിർത്തരുത്. പ്രൈസലോ, ഹല്ലേലൂയ. ഇന്ന് ക്ഷമയോടെ നിങ്ങൾ ക്ഷമിച്ചിരിക്കുമെങ്കിൽ, നീ മറ്റുള്ളവർ ക്ഷമിക്കുന്ന പോലെ ക്ഷമിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കും. നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നണം, നിനക്ക് കരുണ തോന്നണം. നീ വാങ്ങുന്നവരോട് നിനക്ക് കരുണ തോന്നണം. പക്ഷെ കൊടുക്കാനുള്ളവരോട് നിനക്ക് കരുണയില്ല, കിട്ടാനുള്ളവരോട് നിനക്ക് മനസ്സില്ല. ഹല്ലേലൂയ. കൊടുക്കാനുള്ളവരോട് നിനക്ക് കരുണ തോന്നുമ്പോൾ, പ്രൈസ് ഹല്ലേലൂയ, നമുക്ക് തരാനുള്ളവരോട് നമുക്ക് എന്ത് ചെയ്യണം? കരുണ തോന്നണം. പ്രൈസ് ഹല്ലേലൂയ. നിനക്ക് കരുണ തോന്നുന്നുണ്ടയോ? ഹല്ലേലൂയ. ആ കരുണ എന്നത് മനസ്സലിവെന്ന് പറയുന്നത് വചനം വിളിച്ചു പറയുന്നു. നിനക്കൊരു മനസ്സലിവെന്ന് വാങ്ങണം. ഹല്ലേലൂയ. നീ എങ്ങനെയാണോ ഹല്ലേലൂയ ഡീല് ചെയ്യുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ, എനിക്കൊരു മനസ്സലിവ് വേണം കർത്താവേ, എനിക്കൊരു കരുണ വേണം. നീ മറ്റുള്ളവരുടെ മുമ്പിൽ ആമേ കരുണപ്പെടുവാൻ, താഴ്ന്നിരിക്കുവാൻ, ക്ഷമയോടെ ഇരിക്കുവാൻ. നിനക്കൊരു നന്മ കിട്ടാനുണ്ടെങ്കിൽ നീ ക്ഷമയോടെ കാത്തിരിക്കെ. കാരണം എന്താണ്? നിനക്ക് 100 വെള്ളിക്കാശ് കിട്ടാനുണ്ടെങ്കിൽ നീ കൊടുക്കാനുള്ളത് 10,000 താലന്താണ്. 100 വെള്ളിക്കാശ് വലുതാണോ 10,000 താലന്താണോ? അല്ലെങ്കിൽ 10,000 ലക്ഷം, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയാണോ വലുത്, 1 ലക്ഷം രൂപയാണോ വലുത്? നിങ്ങൾ ചിലർ പറയാണ് 900 വലുതോ 1000 വലുതോ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്നെ കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ പറയും 900 വലുത്. പ്രൈസ് ഹല്ലേലൂയ. എടാ, 1000 വലുതാണോ 900 വലുതാണോ? നീ ക്ഷമിക്കേണ്ടല്ലയോ, കാരണം തോന്നേണ്ടല്ലയോ എന്ന് പറഞ്ഞു. 34-ാമത്തെ വാക്യത്തിൽ അങ്ങനെ യജമാനൻ കോപിച്ചു, അവൻ കടമൊക്കെയും തീർക്കോളാം, അവനെ ദണ്ഡിപ്പിക്കാൻ അവൻ്റെ കയ്യിലേപ്പിച്ച് ആദ്യം വിട്ടു. യജമാനൻ ദണ്ഡിപ്പിക്കാതെ ആദ്യം വിട്ടു. നീ കോപിച്ചത് കൊണ്ട്, നീ എടുത്ത പാത്രത്തെ വിളമ്പിയത് കൊണ്ട്, അതേ പാത്രത്തിൽ നിനക്ക് വേണ്ടി തിരിച്ചു തരുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഉണ്ട്. യജമാനൻ 10,000 ക്ഷമിച്ചു കൊടുത്തപ്പോ നിനക്ക് കിട്ടേണ്ട 100 വെള്ളിക്കാശ് ക്ഷമിച്ചില്ല. ആ 10,000-ന്റെ അടുത്ത് നിന്നെ തിരിച്ച് റിട്ടേൺ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ക്ഷമിച്ചു തന്നതുപോലെ
നിനക്ക് കിട്ടേണ്ട വ്യക്തിയോട് ക്ഷമിച്ചു തന്നില്ല. അതുകൊണ്ട് യജമാൻ എന്തുണ്ടായി? കോപമുണ്ടായി. കോപം. അങ്ങനെ യജമാൻ കോപിച്ചു. അവൻ കടമൊക്കെ തീർക്കോളം അവനെ ദണ്ഡിപ്പിക്കുവാൻ അവിടെ കയ്യിലേൽപ്പിച്ചു. ഹല്ലേലൂയ. നോക്കിക്കോളാം, ഒരു വിടുതൽ കിട്ടി വന്നു, ഒരു ക്ഷമ കിട്ടി വന്നപ്പോൾ നമുക്ക് ക്ഷമിക്കുവാൻ മനസ്സില്ല. ഹല്ലേലൂയ. പലരും പറയും ഞങ്ങൾക്ക് അനുഗ്രഹം വേണം, ഞങ്ങൾക്ക് അനുഗ്രഹം വേണം, പക്ഷെ നമുക്കത് തീർക്കാൻ മനസ്സില്ല. ഹല്ലേലൂയ. നമുക്ക് അനുഗ്രഹം വേണം, വിടുതൽ വേണം, നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് വേണം. എല്ലാവരും നമ്മളോട് ക്ഷമിക്കണം. എനിക്ക് എന്തും കാണിക്കാം, പക്ഷെ എനിക്ക് എന്തും കാണിക്കാം, പക്ഷെ അവർ ഞങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള തോന്നൽ ഇന്ന് പകൽക്കാലം വെട്ടിമാറ്റി, ഇന്ന് വെട്ടിമാറ്റി. ആമേ, ഇത് വെട്ടിമാറ്റി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് ക്ഷമിക്കാൻ മനസ്സില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയോട് ദൂത് പറയുന്നു. ഇന്ന് നീ നിന്റെ വാക്കിന്റെ മേൽ, അതിന്റെ മേൽ വിടുതൽ വരത്തക്കവണ്ണം ആത്മാവ് പറയുന്നു. ഇന്ന് നീ തിരിച്ച് ചിന്തിച്ച് ദൈവ സന്നിധിയിൽ ഒരു മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. നീ കോപിക്കുമ്പോൾ നിന്റെ കൂടെ കൈയടിക്കാൻ പലരും കാണും. ചിലർ മനസ്സിൽ ഭയങ്കര ചിരിയാണ്. മനസ്സ്, എനിക്ക് ഒരു വ്യക്തിയുടെ മനസ്സിന്റെ വല്ലപോലെ വായിക്കാൻ അറിയാം. ഉള്ളുകൊണ്ട് ചിരിക്കുന്നവരുണ്ട്, ഉള്ളുകൊണ്ട് ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പുറമേ ചിരിക്കില്ല, അകത്ത് കിടന്നിട്ട് കക്ക ഭയങ്കര ചിരിയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ചിരിച്ച വ്യക്തി പരസ്യമായിട്ട് തല കുനിച്ചിരുന്നുകൊണ്ട് മുഖത്തിന് കരച്ചിലും പിഴിച്ചിലും. നീ ആ സ്ഥാനത്ത് പറയണം, നീ ക്ഷമിച്ചാൽ മാത്രമേ ദൈവം നിന്നോട് ക്ഷമിക്കത്തുള്ളൂ. നീ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം. ആമേ, നീ അവിടെ ക്ഷമിക്കണം. എന്നാൽ ക്ഷമ നഷ്ടപ്പെടുമ്പോൾ, നിന്റെ കടത്തെ നിനക്ക് വേണ്ടി ക്ഷമിച്ചു തരുമ്പോൾ, നിനക്ക് ക്ഷമിക്കാൻ മനസ്സില്ലാതെ മറ്റുള്ളവരെ നീ ആമെ പിടിച്ചു നിർത്തുമ്പോൾ, തിരിച്ച് നിന്നെ വെറുതെ വിട്ട വ്യക്തി, നിനക്ക് ക്ഷമിച്ചു തന്ന വ്യക്തി ആമെ തിരിച്ച് അവരെ കയ്യിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം നിന്നെ ഒരിക്കൽ വെറുതെ വിട്ടു, ഒരു തൂക്ക് കയറുന്ന വെറുതെ വിട്ടിട്ട് രണ്ടാമത്തെ ശിക്ഷയിലേക്ക് കൊണ്ടുവരുന്നത് അവൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ് വീണ്ടും കുടുങ്ങിപ്പോയത്. കാരണം ദൈവം നിന്നോട് ക്ഷമിച്ചു തന്നു. അതാ നീ ഭൂമിയിൽ കെട്ടപ്പെടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രകരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം എവിടെ ചെന്ന് വീഴുന്നുണ്ട്? സ്വർഗത്തിൽ വന്ന് വീഴുന്നുണ്ട്. ഒരു കടക്കാരൻ്റെ മേൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണമെന്ന് കർത്താവായ യേശു തന്നെ പഠിപ്പിക്കുകയാണ്. ആമേ, ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയിൽ ക്ഷമയുള്ളവരായിരിക്കണം, നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം, മനസ്സലിവുള്ളവരായിരിക്കണം. താഴ്മ, എളിമ, ഇതൊക്കെ ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇതെല്ലാം നമുക്കുണ്ടാവണം. നമ്മളെ നടത്തുന്നവരെയും നമ്മളെ കൊണ്ടുപോകുന്നവരെയും ആമേ നമ്മളെ പരിപാലിക്കുന്നവരെയും നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. എനിക്ക് കീഴ്പ്പെടാൻ പറ്റൂല, ഞാൻ ആരെന്നറിഞ്ഞൂടെ, എനിക്ക് എപ്പോഴും കീഴ്പ്പെടാൻ പറ്റൂല. വല്ലപ്പോഴൊക്കെ ചാടും. ഈ ചാടുന്നതിനെയാണ് മൂക്ക് കയറിട്ട് ആമെ തുരന്ന് ആമെ പോത്തിനെ പോലെ ആമെ പശുവിനെ പോലെ കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? നോർത്തിൽ കണ്ടിട്ടുണ്ടോ? ആമെ, ഹല്ലേലൂയ. അങ്ങനെ ചില ഒതുങ്ങാത്ത കുതിരകളെ കടിഞ്ഞാണിടുവാനും ദൈവത്തിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒതുങ്ങാത്തനെ ഒതുക്കുവാൻ ആർക്കറിയാം? ദൈവത്തിനറിയാം. മനുഷ്യന്റെ മുമ്പിൽ നീ അടങ്ങിയില്ല എങ്കിൽ, ദൈവസന്നിധിയിൽ അടങ്ങിയില്ല എങ്കിൽ അടങ്ങുന്ന ഒരു ദിവസം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഭൂമി ക്ഷമിക്കുക, മറ്റുള്ളവരുടെ കരുണ തോന്നുക. ഹല്ലേലൂയ. നമുക്ക് കിട്ടാനുള്ളവരോട് നമ്മൾ ക്ഷമിച്ച് കാത്തിരിക്കുമെങ്കിൽ നമ്മുടെ അനുഗ്രഹം നമുക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ നേരെ പിടിച്ച് അവരെ മൊത്തത്തിൽ പിടിച്ച് അപകരിച്ച് നാറ്റിച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു വ്യക്തി പൈസ കണ്ട് പരസ്യമാരി വിളിച്ച് അവരെ അപകരിച്ച് കഴിഞ്ഞാൽ നാറുന്നത് അവർ മാത്രമല്ല, ഞാനുമായിരിക്കും. ചോദിക്കും, നിങ്ങൾ കൊടുത്തില്ലേ, കൊടുത്ത് സഹായിച്ചില്ലേ? പിന്നെ പറയുന്ന പറച്ചിലൊക്കെ വേറെ ലെവലായിരിക്കും, അതിരുകൾ വിട്ടായിരിക്കും പറയുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ ഒരു വ്യക്തിയെ പരസ്യമായിട്ട് നാറ്റിച്ചാൽ ദൈവം നമ്മയും പരസ്യമായിട്ട് നാറ്റിക്കും. നിങ്ങൾ ഡീല് ചെയ്യുന്ന രഹസ്യത്തിൽ ഡീല് ചെയ്താൽ രഹസ്യത്തിൽ ഡീല് ചെയ്യണം. നിങ്ങൾ ആരും അറിയാതെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആരും അറിയാതെ കൊടുക്കുക. ഹല്ലേലൂയ. നമ്മൾ വാങ്ങുന്നത് രഹസ്യത്തിൽ വാങ്ങിക്കും, പക്ഷെ കൊടുക്കാൻ പറയും ഇനി എന്താണ് പ്രമാണം വേണം, അത് വേണം, എഴുതി വയ്ക്കണം, അവിടെ വേണം, 10 വരെ വിളിച്ചിട്ടേ കൊടുക്കുള്ളൂ. നീ വാങ്ങിച്ച പതെല്ലാം ഉണ്ടായിരുന്നോ? നിനക്ക് തന്ന പതൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം ആമേ, ഹല്ലേലൂയ, ഇപ്പം ഭയങ്കര പേടിയാ. വീണ്ടും തന്ന് കൊടുത്തിട്ട് വീണ്ടും കിട്ടാനുണ്ടെങ്കിൽ വീണ്ടും ആമേ വരുമല്ലോ, അതുകൊണ്ട് എഴുതി തരണം, ഞാനുമായിട്ട് ഇനി ഒരു ഇടപാടുമില്ല എന്ന്. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ എന്താണോ വിതയ്ക്കുന്നത് അത് സ്വർഗത്തിൽ തന്നെ ദൈവം കൊയ്യും.
ഇത്തിരി കടുപ്പമാണ്. ഹല്ലേലൂയ. അടുത്ത വിടുതലോട്ട് കയറി പോകാൻ പോവുകയാണ്. കാര്യം ഇത് അടുത്ത ഈ വചനത്തിൻ്റെ ദൂതിൻ്റെ ഈ വർഷത്തിൻ്റെ വാറ്റത്വ വചനത്തിലോട്ട് കയറുമ്പോൾ ആമേൻ മത്തായി സുവിശേഷം 16:18 പറയുന്നു, ഈ പാറമേന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ പാതാള ശക്തികൾ ഒരു കടഭാരത്തെ പൊട്ടിക്കണം. നിങ്ങളെ കടഭാരത്തെ പൊട്ടിക്കണം ദൈവ പൈതലേ. നിന്റെ കടഭാരത്തെ നീ മാറ്റണം. നീ ഭാരപ്പെടുന്ന പ്രാർത്ഥിര്, എനിക്ക് കടമുണ്ടെങ്കിൽ തീർക്കുവാൻ ദൈവം വഴി തുറക്കും. നിങ്ങൾ കടത്തിൻ്റെ മേൽ അകപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ വേദനിക്കൽ പറ, എൻ്റെ കർത്താവേ എനിക്കൊരു വഴി തുറക്കണം, വഴി ഇന്നൊരു ഒരു തീരുമാനമെട്. എൻ്റെ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുക, രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിര്, എന്നിട്ട് ഉപവസിക്ക്. നിസ്സാരമായിട്ട് കാണരുത്. കടം ഒരു നിസ്സാരമായിട്ട് കാണരുത്. ബാങ്കിന് നമ്മൾ നിസ്സാരമായിട്ട് കാണല്. ഇന്ന് ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൂടോടെ കൊണ്ടുപോകും. ഏറ്റവും വലിയൊരു കുഴപ്പം ബാങ്കുകാരാണ്. ഹല്ലേലൂയ. കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്കുകാർ വന്നു കഴിഞ്ഞാൽ ആ മൂടുപടലെയും അടിപ്പടലെയും കൊണ്ടപടലെയും മൊത്തം കൊണ്ടുപോകും. ഹല്ലേലൂയ. നമ്മൾ അറിയാതെ അവർ കൊണ്ടുപോകുമ്പോൾ നമുക്കൊന്നും പറയില്ല, നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ആമേ ഹല്ലേലൂയ. മനുഷ്യൻ്റെ മുമ്പിലാണെങ്കിൽ നമുക്ക് തർക്കിക്കാം. കാരണം നമുക്ക് പറയാം, ഞങ്ങൾ സമയം തരണം അങ്ങനെ പലതും പറയാം. പക്ഷേ ഇന്ന് ദൈവസേനയിൽ ഇതിനെക്കുറിച്ചൊരു വിടുതൽ വരുവാൻ, ഇന്ന് ദൈവസേനയിൽ ഈ 2026 നിന്റെ കടഭാരത്തെ ഇളച്ചു തരുന്ന, ക്ഷമിച്ചു തരുന്ന, നിനക്ക് വേണ്ടി മനസ്സലിയുന്ന ഒരു നല്ലൊരു ദൈവം നിനക്ക് വേണ്ടി ഉണ്ട്. ഇന്നലെ വരെ 2025 വരെയും നിന്നോട് ക്ഷമ തോന്നിയ ദൈവം, കരുണ തോന്നിയ ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. പറ, 25 തീർന്നില്ല, 26 ഞാൻ തീർക്കും അപ്പാ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയില് നിന്റെ കുറ്റബോധത്തെ, നിന്റെ കുറവുകളെയും ബലഹീനങ്ങളെയും പാവങ്ങളെയും ഏറ്റു പറയുമെങ്കിൽ ദൈവം ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. ദൈവം തുറക്കണം. ദൈവമല്ല, കടഭാരത്തിൻ്റെ മധ്യ കടന്നു വന്നവനാണ് ഞാൻ. കടഭാരം എന്താണെന്ന് എനിക്കറിയാം. നല്ലപോലെ അനുഭവിച്ച് വന്നവനാ. ബാങ്കിന്റെ ലോൺ എന്താണെന്ന് അറിയാം. പേടിച്ച് വളർന്നവനാ. ജനിച്ചപ്പോഴേ അപ്പൻ ലോൺ എടുത്താണ് പല കാര്യങ്ങളും നടത്തിയത്. തെങ്ങും തോപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങ് കുട്ടക്കണക്കിന് വെട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ വായം പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കും, ഒരു കരുക്ക് തരുമോ എന്ന്. സ്വന്തമായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരാ കൊണ്ടുപോകണത്. ഹല്ലേലൂയ. നമ്മുടെ നന്മകൾ മറ്റുള്ളവർ അനുഭവിക്കുമ്പോൾ ദൈവത്തെ അറിയുന്ന മുമ്പേ മറ്റുള്ളവർ അനുഭവിച്ചുകൊണ്ടിരുന്നു. അന്ന് തലയും കുനിച്ച് കരഞ്ഞും കൊണ്ടുവന്നു. അമ്മ പലതും കരഞ്ഞും കൊണ്ടുവന്നു. കടക്കാരോട് പേടിച്ചു. ഇന്ന് ദൈവത്തെ അറിഞ്ഞപ്പോൾ പറയുകയാണ്, എൻ്റെ അപ്പനെ അറിഞ്ഞു, യേശുവിനെ അറിഞ്ഞു. ഇന്ന് അമ്മ കടം വാങ്ങുന്നുണ്ടെങ്കിലും അത് കൊടുക്കുവാനൊരു കൃപ എനിക്കുണ്ട്. കാരണം അത് കൊടുക്കുവാനൊരു പ്രാപ്തി ഉള്ളെങ്കിൽ മാത്രമേ വാങ്ങാവൂ. ഇല്ല ചുമ്മാ 4 ചുറ്റും വാങ്ങിച്ച് മക്കളെ ഒരു കടക്കാരാക്കരുത്. മാതാപിതാക്കളോട് ഞാൻ പറയാ, ചാനലിലൂടെ കേൾക്കുന്നത് പറയാ, നിങ്ങളെ മക്കളെ ഒരിക്കലും കടക്കാരിയാക്കരുത്, കടക്കാരനാക്കരുത്. നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് പെട്ടെന്നൊക്കെ പോകുമ്പോൾ അവരൊരു കടക്കാരനായിട്ട് മാറരുത്. നിന്റെ മക്കളെ അവർ നാട്ടുകാരുടെ മുമ്പിൽ പിടിച്ചു നിർത്തരുത്. പരസ്യമായിട്ട് പിടിച്ചു നിർത്തി നാട്ടുകാരുടെ മുമ്പിൽ നിർത്തി അപമാനിക്കരുത്. കാരണം അതൊരു നാറ്റ കേസാവും. ലോകം നാറും. അനുഗ്രഹത്തിന് എതിരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചെയ്യുവാൻ ഒരു കാരണവശാലും നിങ്ങൾ വീടോ കൂടോ കാറോ എന്ത് വാങ്ങിച്ചാലും ചെയ്യുവാൻ തീർക്കുവാനൊരു നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ആരെയും മുഖം കണ്ടോ, ആരെയും വാക്ക് കേട്ടോ, ചക്കര വാക്ക് കേട്ടോ ചാടി ഇറങ്ങരുത്. 8ന്റെ പണി കിട്ടും. പ്രൈസ് ദി ലോർഡ്. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണം. എനിക്ക് ചെയ്ത് തീർക്കാൻ ഒരു കഴിവുണ്ട്, എനിക്കൊരു കൃപ ഉണ്ട്. കാര്യം പറയുന്നവരെല്ലാവരും അവസാനം മാറുകയും ചെയ്യും, വാങ്ങുന്നവർ മുമ്പിൽ കിടന്ന് കുടുങ്ങുകയും ചെയ്യും. പ്രശ്നം വരുമ്പോൾ ആമേ ഹല്ലേലൂയ മുമ്പിൽ വാങ്ങിയവർ പറയും, മുമ്പോട്ട് പോ, തള്ളി വിട്ടു തരും. നിന്നെ തള്ളിവിട്ട് നിന്നെ നാറ്റിച്ച് നിന്നെ തകർക്കുന്ന, നിന്റെ ജീവൻ തകർക്കുന്ന, നിന്റെ ഉറക്കം തകർക്കുന്ന, മറ്റുള്ളവർ തലകുനിക്കുന്ന, ഹല്ലേലൂയ വാങ്ങുവാൻ പലരും പ്രലോഭനത്തിടുമ്പോൾ കൊടുക്കുവാൻ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും നിൽക്കേണ്ടത്. പലരും മുമ്പിൽ ഒറ്റയ്ക്കായിരിക്കും. നീയും ഞാനും ഡീൽ ചെയ്യേണ്ട ഒറ്റയ്ക്കായിരിക്കും. മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ വെള്ളം കുടിച്ചു പോകും. ഈ അനുഭവം വരാതിരിക്കുവാൻ ഇതിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? അതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം? ഈ കടഭാരം എങ്ങനെ മാറ്റാം? നിങ്ങളെ കടഭാരം മാറണ്ടേ? നിങ്ങൾ എത്ര ഒരു കടഭാരമുള്ളൊരു കരം ഉയർത്താൻ പറഞ്ഞാൽ ഇതിനകത്തിരുന്ന എല്ലാം മിക്കവരും ആശ്വാസനം പോയിട്ട് ബാക്കി എല്ലാവരും കരം ഉയർത്തും തോന്നുന്നു. ബാക്കി എല്ലാവരും കരം ഉയർത്തും അല്ലേ? കടമുണ്ട്, എനിക്കുണ്ട്. ഞാൻ ലോൺ എടുത്ത് ഇപ്പം സോളാറിൻ്റെ ഇപ്പം അടച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്കിൽ. എനിക്കുണ്ട് കടമുണ്ട്. കല്ലില്ല, അത് മാസം തോറും അടച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ആലയത്തിൻ്റെ കാര്യത്തിന് വേണ്ടി എടുത്തതാണ്. എൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം തീർന്നു. ആലയത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ എടുത്തതാണ്. അതിപ്പോൾ കറക്റ്റായിട്ട് മാസം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോളാറിൻ്റെ വിഷയത്തിൻ്റെ മേൽ. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തതുകൊണ്ട് കൃത്യമായിട്ട് അടഞ്ഞു പോകുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ല.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും അകപ്പെടുമ്പോൾ ഭാരപ്പെടുമ്പോൾ ഇന്ന് ദൈവസ്ഥലം ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, ഈ കടമെന്ന ഒരു കുരുക്കിനെ എനിക്കിന്ന് പൊട്ടിക്കണം. പൊട്ടിക്കണ്ടേ? പൊട്ടിക്കണോ? പൊട്ടിക്കണ്ടേ? പൊട്ടിക്കുന്നുള്ള സ്തോത്രം പറയണില്ല. പൊട്ടിക്കണ്ടേ? കടമെന്ന ആ നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളെ മനസ്സൊക്കെ ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. ഇത്രയും ദിവസം ഇരുന്നിരുന്ന് വന്നു, ഈ മാസം വന്ന് കയറിയപ്പോൾ കിട്ടിയതെല്ലാം ഭയങ്കരപ്പെട്ട പണിയാണ്. ചാനലിലൂടെ കേൾക്കുന്നവരോട് പറയും, ഇന്ന് ഇരുന്നിരുന്ന് ചാനൽ ഇട്ടപ്പോൾ 7:30 മണിക്ക് ഇട്ടപ്പോൾ പാർസൽ അടിച്ചു വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നിങ്ങൾ മാത്രം ഒരുപാട് എന്നെ പ്രാർത്ഥിക്കുന്ന വിഷയം എനിക്കുണ്ട്. ഫോണിൽ കൂടെ പാർസലെ പൈസ വേണ്ട മോളെ കല്യാണത്തിനെടുത്ത് പൈസ എടുത്ത് കൊടുത്തു. മോൾക്ക് 2 കുട്ടികളായിട്ടും പൈസ കിട്ടുന്നില്ല. വീട് വയ്ക്കാൻ ഇരുന്ന പൈസ എടുത്ത് കൊടുത്തു. ഇന്ന് വീട് വെച്ചിട്ട് പോലും ആ കൊടുത്ത പൈസ കിട്ടുന്നില്ല. ഇവിടെ മാത്രമല്ല, ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ എൻ്റെ ഫോൺ കോൾ എനിക്ക് വരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, കല്യാണത്തിന് വേണ്ടി. കഴിഞ്ഞ ദിവസം 21 സുവാസം നടന്ന സമയത്ത് ഇവിടെ ഒരു കുടുംബം വന്നു. 3 ലക്ഷം രൂപ എടുത്തവരെ സഹായിച്ചു. ഏപ്രിൽ മോളെ കല്യാണം, പൈസ കിട്ടാൻ നിവർത്തിയില്ല. പാർശ്വം ഒന്ന് പ്രാർത്ഥിക്കണം. നേരിട്ട് മരുന്നു. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പ്രസംഗിക്കുക, ബൈബിളിൽ നിന്നുണ്ട് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ആ ബന്ധനത്തിൻ്റെ കുരുക്കുകളെ നിങ്ങൾക്ക് ഞെരുങ്ങുന്ന ആ വിഷയത്തിൻ്റെ മേൽ ഒരു വിടുതൽ വരണമെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാതിരിക്കണമെങ്കിൽ, അതിൽ നിന്നൊരു വിടുതൽ തരണമെങ്കിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിര്. ഇന്ന് നമുക്ക് പറഞ്ഞ് മറ്റുള്ളവരെ കൊടുക്കാന്ന് പറയുന്ന ആ പറ്റിക്കുന്ന വാക്കിന് ഇന്ന് ദൈവത്തിൽ പറ, നീ മനുഷ്യനല്ല പറ്റിക്കുന്നത്, ദൈവത്തെയാണ് പറ്റിക്കുന്നത്. നമ്മൾ കൊടുക്കാന്ന് പറയാൻ പറ്റിക്കുന്ന ആരെയാ? വ്യക്തിയല്ല പറ്റിക്കുന്നത്. അത് നീ എല്ലാം കെട്ടപ്പെടുകയാണ്. അതെല്ലാം ദൈവത്തിനാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ചെന്ന് വീഴുന്നത് കർത്താവിൻ്റെ കരങ്ങളിലാണ്. നിന്റെ മനുഷ്യൻ്റെ വാക്കുകൾ ഓരോന്ന്, ഹല്ലേലൂയ, അത് ചെന്ന് വീഴുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് ഇന്ന് ആ കടത്തിൻ്റെ മേൽ കിടക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, കർത്താവേ, ഈ 2026 അവസാനിക്കും മുമ്പ് എൻ്റെ കടഭാരം ഒന്ന് തീർത്തു തരുവാൻ എനിക്കൊരു വഴി തുറക്കണമേ ഒന്ന് ഇന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, പ്രാർത്ഥിക്കുക മാത്രമല്ല, നിങ്ങൾ അതിനുവേണ്ടി ഉപവസിക്കുകയും വേണം. ചിലതൊക്കെ മാറിപ്പോകണമെങ്കിൽ ഉപവസിച്ചാലേ മാറിപ്പോകത്തുള്ളൂ. കാരണം ഇത് പെട്ടെന്നൊന്നും തീർന്ന സാധനമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിര്. രാത്രിയുടെ യാമങ്ങളൊന്ന് എഴുന്നേൽക്ക്, കണ്ണുനീരോടെ പ്രാർത്ഥിര്, വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിര്. അടഞ്ഞ വഴികൾ തുറക്കട്ടെ, സാമ്പത്തിക മേഖല തുറക്കട്ടെ, നിങ്ങൾക്ക് കിട്ടേണ്ട നന്മകൾ കിട്ടട്ടെ. നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചെങ്കിൽ, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആരെങ്കിലും പറ്റിച്ചെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങളെ തരാമെന്ന് പറഞ്ഞ പറ്റിച്ചതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, എല്ലാം സുപ്രീം ഗോൾഡ് ആയിരുന്നു, എല്ലാം പറ്റിച്ചു. കർത്താവേ, അവരെ നീ തൊട്. എവിടെയെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. എന്നുവെച്ചാൽ നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കും. ദൈവം ക്ഷമിക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. ഇപ്പോൾ ദൈവം ക്ഷമിച്ചു തന്നാൽ നമ്മൾ ക്ഷമിക്കത്തില്ല. ഇവിടെ അങ്ങനെയാണ്. 10,000 താലന്ത് കൊടുത്തവനോട് ദൈവം ക്ഷമിച്ചു, എന്നാൽ അവന് 100 വെള്ളിക്കാശ് കൊടുക്കാനോട് അവൻ ക്ഷമിച്ചില്ല. ഇന്ന് എല്ലാവർക്കും വലുതിനോട് ക്ഷമ കിട്ടണം, ചെറിയ കാര്യത്തിന് ക്ഷമ കിട്ടുന്നില്ല. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പറ, എൻ്റെ പ്രശ്നത്തെ, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തെ, സാമ്പത്തിക പ്രശ്നത്തെ, എൻ്റെ കർത്താവേ, എനിക്ക് ഈ വർഷം, ഈ മാസം തന്നെ വരാൻ പോകുന്ന പുതിയ മാസത്തിൽ ഒരു മാറ്റം തരണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല, ദൈവത്തിൽ കഴിയാത്ത ഒന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കണം, ഒരു തീരുമാനം എടുക്കണം. വാങ്ങിച്ചിട്ട് കൊടുക്കാന്നുള്ള ഒരു തീരുമാനം എടുക്ക്. ഇതിനകത്തൊരു ഡേറ്റ് വെച്ച് പറ, ഇത്രാം തീയതി ഞാൻ പറയും മുമ്പേ കൊടുക്കും. ഒരു തീരുമാനം എടുക്ക്. ഇന്ന് ഒന്നല്ല, ഒരുപാട് വ്യക്തികൾ സാമ്പത്തിക മേഖലയിൽ ഭാരപ്പെടുന്നവരുണ്ട്, കിട്ടാനുള്ളവരുണ്ട്, കൊടുക്കാനുള്ളവരുണ്ട്. ആമേ, ഹല്ലേലൂയ. ഇന്ന് ബലം ഞെരുങ്ങുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ കോപം ഇറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കോപം നിങ്ങളുടെ വരാതിരിക്കണമെങ്കിൽ, ദൈവ കോപം നിങ്ങളുടെ മേൽ ചലിക്കാതിരിക്കണമെങ്കിൽ, ശാപം നിങ്ങളുടെ മേൽ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാങ്ങൽ കൊടുക്കൽ നിരപ്പുണ്ടായിരിക്കണം. കർത്താവിൻ്റെ വരവിന് മുമ്പേ, ന്യായാസനത്തിൽ നിൽക്കുന്ന മുമ്പേ നിന്റെ വാങ്ങൽ കൊടുക്കൽ നിരപ്പായിരിക്കണം. നീ കൊടുക്കുന്നത് നേരെ ആയിരിക്കണം, നിറവുള്ളവരായിരിക്കണം. അതുകൊണ്ട് വാങ്ങൽ കൊടുക്കൽ നല്ലതായിരുന്നു
കഴിഞ്ഞാൽ നല്ല ദാസനെ എന്ന് വിളിക്കും. നല്ല ദാസനെ, നിന്റെ വാങ്ങൽ കൊടുക്കൽ നല്ലതായിരിക്കണം, നീ വാങ്ങുന്നത് നല്ലതായിരിക്കണം, കൊടുക്കുന്നത് നല്ലതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് യജമാനൻ നീ ക്ഷമിക്കാത്തത് കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നില്ല. യജമാനൻ പറഞ്ഞു, നീ ക്ഷമിക്കാത്തത് കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ ദണ്ഡനത്തിന് ദണ്ഡിപ്പിക്കുന്ന കയ്യിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. 35-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. സഹോദരൻ എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയുടെ സഹോദരനല്ല, നിന്റെ കൂടപ്പറപ്പല്ല, നീ വാങ്ങിച്ച സഹോദരനോട്. ഹല്ലേലൂയ. നിന്റെ സഹോദരൻ പറയുമ്പോൾ നീ വാങ്ങിച്ച ബ്രദർ, ഹല്ലേലൂയ, നീ വാങ്ങിച്ച സിസ്റ്ററാണ് നിന്റെ സിസ്റ്റർ. ഹല്ലേലൂയ. അല്ല, എൻ്റെ അമ്മയുടെ സഹോദരനല്ല, മാനസാന്തരപ്പെടാത്തൊന്നും സഹോദരനല്ല. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടവരല്ല സഹോദരന്മാർ, മാനസാന്തരപ്പെട്ടവരല്ല സഹോദരിമാർ, സിസ്റ്റർമാർ. അതുകൊണ്ടാണ് നമ്മൾ സിസ്റ്ററെ, ആമേ, ബ്രദർ എന്നൊക്കെ വിളിക്കുന്നത്. ആമേ, ഹല്ലേലൂയ. ഈ ആത്മഭാരമുള്ളവരൊക്കെ ഇങ്ങനെ ആയിക്കോളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരോട് ആമേ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ, ഹൃദയപൂർവ്വം ക്ഷമിക്കണം, അത് എനിക്കിന്ന് വേണം. ആമേ, ഹല്ലേലൂയ. ഒരു ഹൃദയപൂർവ്വമുള്ള ക്ഷമ എൻ്റെ സിസ്റ്ററിന് തരാൻ പറ്റുന്നില്ലല്ലോ, ഒന്ന് ക്ഷമിച്ച് ഞാൻ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. കൈ പിടിച്ചു, ആമേ, ഹല്ലേലൂയ. ഒന്ന് കൈ പിടിച്ച് പറ, ക്ഷമിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്ഷമിക്കണം, എല്ലാ കാര്യവും ക്ഷമിക്കണം. ആമേ, ഹല്ലേലൂയ. ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തുണ്ടായിരിക്കണം? അനുഗ്രഹം പ്രാപിക്കണം, ഒരു അനുഗ്രഹം എടുക്കണം, ഒരു നന്മ എടുക്കണം. ആമേ, ഹല്ലേലൂയ. പലതും നമ്മൾ ശാപമായി തീരുന്നത്, ആമേ, നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ ബ്ലോക്ക് ആവുന്നത് എന്ത് ചെയ്യും? നമ്മുടെ വാങ്ങൽ കൊടുക്കൽ നേരെയാവാത്തതുകൊണ്ടാണ്. ഒരു മനുഷ്യന് ഉയർച്ച ഉണ്ടാകാത്ത കാര്യം അവർക്ക് എപ്പോഴും താഴ്ചയായിരിക്കും. ഒരു പരിധി വരെ വളരാൻ പറ്റും, അവർക്ക് അപ്പുറമായി വളരാൻ പറ്റുന്നത് വാങ്ങൽ കൊടുക്കൽ നേരെ അല്ലാത്തതുകൊണ്ട് വ്യക്തിക്ക് വളരാനില്ല. ഒരു ആത്മീയ ദൈവത്തെ അറിയുന്നു. ഇന്ന് പാരമ്പര്യമായ ബന്ധിക്കോസിരിക്കുന്ന പലരും വളരുന്നില്ല. 2 ഇല വന്നിട്ട് അങ്ങനെ തന്നെ ഇരിക്കും, 3-ാമത്തെ ഇല വരുന്നില്ല. കാരണം വാങ്ങൽ കൊടുക്കലെല്ലാം നേരെയാവുന്നില്ല. ജീവിതത്തിന് മേൽ നിന്റെ വാങ്ങൽ കൊടുക്കലെല്ലാം നേരെയായിരിക്കണം. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ആത്മീയ ദൈവത്തെ അറിയുമ്പോൾ നിന്റെ ഉയർച്ചയുടെ പലരും പറയും, അയ്യോ, എവിടെ ദൈവത്തെ അവക്കൊന്നും കിട്ടിയില്ലല്ലോ, അവക്കെപ്പോഴും വാങ്ങൽ കൊടുക്കൽ ശരിയല്ല. പഠിച്ചു വെച്ചോളണം. മാനസാന്തരപ്പെടാത്തവരെ, സ്നാനപ്പെടാത്തവരെ, നിങ്ങളൊക്കെ നോക്കി വെക്കണം. നിങ്ങളെ വാങ്ങൽ കൊടുക്കൽ നേരെ അല്ലാത്തത് കൊണ്ടാണ് ഇവക്കെന്നും പരാജയവും വേദനയും, പല്ലുകടിയും വേദനയും കഷ്ടതയും. ആമേ, ഹല്ലേലൂയ. ഇതൊക്കെ ഉണ്ട്. ദൈവം സകലത്തിൻ്റെ ഞരമ്പിനെ, തലമുടിയുടെ ഞരമ്പിനെ കീറി നോക്കി ദൈവം പരിശോധിക്കുന്ന ദൈവമാണ്. അപ്പൻ്റെ സന്നിധിയിൽ ഒരു കള്ളത്തരം പറയാൻ പറ്റില്ല, ദൈവത്തെ ഒരിക്കലും പറ്റിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് നമുക്ക് ക്ഷമിക്കുവാൻ, കർത്താവേ, ഒരു മനസ്സലിവ് മാത്രമേ ചോദിക്കുവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വാങ്ങൽ കൊടുക്കലെല്ലാം നന്നെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കുറവുണ്ട്, ബലഹീനമുണ്ട്, ആമേ, താഴ്ചയുണ്ട്, വീഴ്ചയുണ്ട്. സാമ്പത്തിക മേഖലയിൽ കയറാത്ത കാര്യം എന്തുകൊണ്ടാണ്? നിങ്ങൾ സാമ്പത്തിക മേഖല ഇന്നും കയറാതെ മറ്റുള്ളവർ മുമ്പിൽ കൈനീട്ടാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാങ്ങൽ കൊടുക്കൽ ഒന്നും വിശ്വസ്തതയല്ല. നിങ്ങൾ വിശ്വസ്തല. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. വിശ്വസ്തര കുറവാണ്, ദൈവത്തിന് വിശ്വസ്തന്മാരെ കുറവാണ്, വിശ്വസ്തകളെ കുറവാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വിശ്വസ്തന്മാരെ ആവശ്യമുണ്ട്. ആമേ, വിശ്വസ്തകൾ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് വിശ്വസ്തന്മാരെയാണ് ആവശ്യം. ഹല്ലേലൂയ. വിശ്വാസമില്ലാത്തവരല്ല, വിശ്വസ്തന്മാരെ ദൈവം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ചേർക്കുവാനാണ് ദൈവത്തിന്റെ 2ാം വരവിലേക്ക്, മധ്യാകാശത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തന്മാരെ ചേർക്കുവാൻ. ഇന്ന് ആ കൂട്ടത്തിലോട്ട് കയറാൻ ശ്രമിക്കേ, മാറി നിൽക്കരുത്. തെറ്റുണ്ട്, ഏറ്റുപറ. ബലഹീനമുണ്ട്, ഏറ്റുപറ. വീഴ്ചയുണ്ട്, ആമേ, ഹല്ലേലൂയ. എല്ലാവരും തെറ്റും കുറ്റവും വീഴ്ചകളുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തികളെ മാത്രമല്ല, ഇന്ന് ദൈവദാസൻ മാത്രമല്ല, സകലവരെയും ഇന്ന് വെട്ടി, ആമേ, ദൈവസന്നിധിയിൽ തന്നെത്താനെ കഴുകി. നിങ്ങൾ കടമുണ്ടെങ്കിൽ നല്ല ഫുഡ് കഴിക്കാറുണ്ടോ? നിങ്ങൾ കടഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചില വാക്കുകൾ പറഞ്ഞു, ഒരു നല്ല ഡ്രസ്സല്ല, എന്നും കടം. ഞാൻ പറയട്ടെ, നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഈ കഴിക്കേണ്ട സമയത്ത് കഴിച്ചില്ല എങ്കിൽ അവസാനം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം ചെന്ന് വീഴുന്ന കടഭാരത്തിൻ്റെ മധ്യയാണ്. നിങ്ങൾ ഉറക്കം നഷ്ടപ്പെടുന്നു, കടഭാരമാണ്. കടഭാരമുള്ള ഒരു വ്യക്തിക്ക് സമാധാനമായിട്ടൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ആമേ, ഹല്ലേലൂയ. അത് ആത്മാവുള്ളവർക്ക്, ഇല്ലാത്തവർക്ക് പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ കടഭാരത്തെ നിങ്ങൾ പൊട്ടിക്കണം യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ മേലൊരു തീർപ്പ് എനിക്ക് വേണം കർത്താവേ. ഇന്ന് എന്നോട് നിങ്ങൾ ആർക്കെങ്കിലും വാങ്ങിച്ചിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ
നിങ്ങൾ മറ്റോട് ക്ഷമിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ക്ഷമിക്കും. ദൈവത്തിൻ്റെ മനസ്സലിവ് നിങ്ങൾക്ക് വരും. ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുകയും വേണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിയിലും വേണം. ഓരോ നന്മ കിട്ടും തോറും ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ കയറണം. നിങ്ങൾക്കൊരു നന്മ കിട്ടുന്നു. എൻ്റെ ഉയർച്ചയുടെ അനുഗ്രഹം ചോദിക്കുക, വല്ലപ്പോൾ ചോദിക്കുക, പാസ്റ്റർ എന്താണ് ഒന്നുമില്ല ഇത്രയും ഉയർന്നത്? എനിക്ക് ഓരോ ആത്മീയ കാര്യങ്ങൾ കിട്ടുന്ന അനുസരിച്ച് ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യും. ദൈവനാമത്തിന് ചെയ്ത് ആരും കടക്കാരായിട്ടില്ല. പക്ഷെ അല്ലാതെ ചെയ്ത് മാത്രം പെട്ടെന്ന് പണക്കാരനാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ രീതിയിലാവണം എന്ന് പറഞ്ഞാൽ കടക്കാരനാവണം എന്നല്ല. പക്ഷെ അതിൽ നിന്നൊരു വിടുതൽ വരണം. നമ്മൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരത്തില്ല. അതിന് തെളിവാണ് ഞാൻ. അപ്പൻ്റെ ഇഷ്ടം ചെയ്ത മുഖാന്തരം വഴികൾ തുറക്കും. നിങ്ങളുടെ വരുമാന മേഖല അടഞ്ഞു പോകത്തില്ല. നിങ്ങൾ ഒരിക്കലും ഇടർച്ച വരത്തില്ല. ഇന്ന് നിങ്ങളോട് മനസ്സലിയുന്ന ദൈവം, നിങ്ങൾക്കൊരു മനസ്സലിയുവാൻ ഒരു ഹൃദയത്തെ നിങ്ങൾ പ്രാപിച്ചെടുക്കണം. എങ്ങനെ? ദൈവസന്നിധിയിൽ പറയും, അപ്പാ എനിക്കൊന്ന് ക്ഷമിക്കുവാൻ, എന്നോട് എനിക്ക് സാവകാശം തരുമ്പോൾ ആ വ്യക്തി എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇന്ന് മനസ്സിനെ രൂപാന്തരപ്പെടുത്തി ഒന്ന് താഴ്ത്തി കൊടുത്ത് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കൊടുക്കാനുള്ളവരെ കരയിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ കണ്ട് പറയണം. ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ ഈ ആഴ്ച എന്ന് പറയണം, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പറഞ്ഞ ഡേറ്റയൊക്കെ തെറ്റിയിട്ടുണ്ട് എന്ന് കണ്ട് അവരോട് മാപ്പ് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറ്റിച്ച് ശരി തന്നെയാണ്, ഞാൻ പറ്റിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയല്ല പറ്റിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. നിങ്ങൾ വാങ്ങിച്ചിട്ട് കൊടുക്കാതെ ഇരിക്കും പറ്റിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ അപ്പനെയാണ് പറ്റിക്കുന്നത്. ഇന്ന് ആ വ്യക്തിയെ നിങ്ങൾ കണ്ടും എത്രയും പെട്ടെന്ന് ഈ ആഴ്ച വാങ്ങാൻ കൊടുക്കാനുള്ളവരോട് നിങ്ങൾ ചെന്ന് പറയണം, എനിക്ക് കുറച്ചുകൂടെ സമയം തരണം, അല്ലെങ്കിൽ ഡേറ്റ് പറഞ്ഞ ആ ഡേറ്റിനകത്ത് ഇനി ഡേറ്റ് മാറ്റാതെ ഒരു ക്ഷമ ചോദിക്കണം. എന്നോടൊന്നും വിരോധമായി വെക്കരുതേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ മക്കൾക്കെതിരായിട്ട് ഒന്നും പറയരുതേ, എൻ്റെ കുടുംബത്തിലൊന്നും പറയരുതേ, എന്നെ ക്ഷമിക്കണമേ, എൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇന്ന് ഏറ്റു പറഞ്ഞ് ആമേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർക്കും നീങ്ങിപ്പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് വാങ്ങൽ കൊടുക്കലെല്ലാം പെർഫെക്റ്റ് ആയിക്കോളണം, തീർക്കലെല്ലാം തീർത്തോളണം. ആമേ ഹല്ലേലൂയ. ജീവിതം വിശുദ്ധീകരിച്ചോളണം. നിങ്ങളുടെ ജീവിതങ്ങൾ ക്രമപ്പെട്ടോളണം. ഒന്നിൽ നോക്കി മാറി അവിടത്തിലേക്കൊന്ന് കുരുങ്ങിപ്പോകാതെ, ഞെരുങ്ങിപ്പോകാതെ, തകർന്നു പോകാതെ നിങ്ങൾ വിടുതലെടുക്കണം. അതുകൊണ്ട് ആ വചനം പറയുന്നത്, നിങ്ങൾ ഓരോരുത്തർ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ആമേ ഹല്ലേലൂയ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷമയില്ല, എന്നാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ ദൈവത്തിന് ക്ഷമയില്ലാതെ പെട്ടെന്ന് തുണ്ടം രണ്ടെന്നുള്ള രീതിയിൽ മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ആമേ ആ അനുഭവത്തിൽ നിന്ന് പോകാതെ ഇന്ന് പലതിനെയും നമുക്ക് ജയിക്കത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ തകർന്നു പോകാതെ, മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ തലകുനിക്കാതെ ഒരു മാനസാന്തരപ്പെട്ട് ഇന്ന് കുറവുകളെ ഏറ്റുപറഞ്ഞ് ആരെങ്കിലും പരസ്യമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പരസ്യമായിട്ട് ഒരു മാപ്പ് പറയണം. നിങ്ങൾ ആരെ മുമ്പിൽ അവരെ കളിയാക്കി വെക്കോ, അവരെ മുമ്പ് വെച്ച് തന്നെ പറയണം. നീ അവരെ ആരെ മുമ്പിൽ വെച്ച് വേദനിപ്പിച്ചോ അവരെ മുമ്പ് വെച്ച് തന്നെ പറയണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ഞാൻ അറിയാതെ കരയിച്ച്. അന്ന് കേട്ട വ്യക്തിയെല്ലാം കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ വചനം പറയുന്നു, ഞാൻ വിടത്തില്ല. ആ വ്യക്തി വിട്ടാലും ദൈവം വിടത്തില്ല. ഹല്ലേലൂയ. ദൈവം ഓരോന്നാറ്റി എഴുതിയിടുന്നുണ്ട്. ഹല്ലേലൂയ. നിനക്ക് കോപം, നിന്റെ കോപത്തിൻ്റെ മേൽ കോപമാണ് ദൈവത്തിൽ വരുന്നത്. ഹല്ലേലൂയ. അത് വരാതിരിക്കുവാൻ, ഈ വർഷത്തിന് വിടുതലെടുക്കുവാൻ, ഞെരുങ്ങുന്ന വിഷയത്തിന് വിടുതലെടുക്കുവാൻ ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊട്, ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ചെയ്ത തെറ്റുകളെ ഏറ്റുപറ, വന്നുപോയ ദേഷ്യത്തെ ഏറ്റുപറ, ഞാൻ മറ്റുള്ള മുമ്പിൽ അട്ടഹസിച്ചത് ഏറ്റുപറ, ഞാൻ വന്ന് ചാടിയണ ഏറ്റുപറ. കാരണം എനിക്ക് കിട്ടേണ്ടത് 100 താലന്ത്, ഞാൻ കൊടുക്കാനുള്ളതോ 10,000 താലന്ത്. എനിക്ക് കിട്ടാനുള്ളത് എത്ര? 100. ഞാൻ കൊടുക്കാനുള്ളതോ 10,000. 10,000ൻ്റെ ക്ഷമ വേണമോ 100ൻ്റെ ക്ഷമ വേണമോ? ആമേ. 10,000 കൊടുക്കേണ്ട വ്യക്തി ക്ഷമിച്ചു കൊടുത്തു, പക്ഷെ 100 കിട്ടേണ്ട വ്യക്തിക്ക് ക്ഷമയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം ഇന്ന് ഓരോ ഹൃദയത്തിനകത്ത് നമ്മൾ ചോദിക്കണം. കിടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ ചോദിക്കണം, ഞാൻ കൊടുക്കാനുള്ളടത്ത് ഇത്രയും കൊടുക്കാനുണ്ടായിട്ടും എനിക്ക് ക്ഷമയില്ല, എനിക്ക് ചാട്ടം തന്നെയാണ്. ആമേ. എപ്പോഴും ദേഷ്യം, ഇതാ എനിക്ക് വയ്യ,
ഇരിക്കാൻ വയ്യ, നടുവേദന, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, നിൽക്കാൻ വയ്യ, തലകറങ്ങുന്നു, ബോധക്കേട്, ഇതെല്ലാം വന്ന് വീഴുന്നത് ആമേ ജീവിതത്തിൽ വന്ന പ്രവൃത്തി ദോഷം കൊണ്ടാണ്. മനുഷ്യൻ വാങ്ങിപ്പിടിച്ച് പിടിക്കുന്നത് പ്രവൃത്തിയുടെ ദോഷം കൊണ്ടാണ്. ഇന്ന് ഓരോന്നും വാങ്ങിപ്പിടിക്കുന്നത് അത് രോഗമല്ല, അത് രോഗമല്ല, നിന്റെ പ്രവൃത്തി കൊണ്ടാണ് ഓരോന്നും വാങ്ങിപ്പിടിക്കുന്നത്. അതിനുവേണ്ടി ഒരു വിടുതലെടുക്കത്തക്ക വണ്ണം ഇന്ന് പ്രവൃത്തി കൊണ്ടും കിട്ടും, അല്ലാതെയും കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ വാങ്ങൽ കൊടുക്കല് ഇന്ന് നേരെ ദൈവസന്നിധിയിൽ, ആമേ ദൈവത്തിന്റെ സന്നിധിയിൽ നേരെ നിർവയായി ചെയ്യുമെങ്കിൽ, സത്യസന്ധയോടെ ചെയ്യുമെങ്കിൽ ദൈവം നിന്നെ സത്യസന്ധയായി ഉയർത്തുക തന്നെ ചെയ്യും. നീ വായ്പ വാങ്ങുന്നവനായിട്ടല്ല, വായ്പ കൊടുക്കുക, നിന്റെ മേൽ അനുഗ്രഹം പ്രാപിക്കും.